അഞ്ചാമത്തെ കരിയർ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചാണ്. റെയർ കോഴ്സസ് ശരിയാണ്. ഇതൊരു പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രോബ്ലം കൂടിയാണെന്ന് പറയേണ്ടി വരും അല്ലേ? ഇപ്പൊ കമന്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാലും കരിയർ ഗൈഡൻസിന് വരുന്നവരായാലും ആദ്യം അവർ പറയുന്ന ഒരു സംഭവമാണിത്. ഞങ്ങൾ നോക്കുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള ഒരു കോഴ്സാണ്, പോവാത്ത കോഴ്സ്. അതെ, ഇതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഞാൻ ഇതിനു മുമ്പും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോഡ്കാസ്റ്റ് സ്പെസിഫിക്കലി അങ്ങനത്തെ കോഴ്സുകളെ കുറിച്ച് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്കത് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ. ഇപ്പോൾ നമ്മളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കുക എന്ന് പറയുന്ന ആഗ്രഹം, അത് മാർക്കറ്റിൽ ഒത്തിരി വൈഡ് വെറൈറ്റീസ് ഓഫ് കോഴ്സസ് അവൈലബിൾ ആയതുകൊണ്ടും കൂടിയാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്. നോർമൽ ആയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം എന്നുള്ളത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു അടിസ്ഥാനം ആദ്യം ഉറയ്ക്കാനുണ്ട്. അപ്പം ഈ അടിസ്ഥാനം ഉറയ്ക്കുക എന്ന് പറയുന്നത് അത് സാധാരണഗതിയിൽ 11, 12 അണ്ടർ ഗ്രാജുവേഷൻ. അപ്പൊ ഈ അണ്ടർ ഗ്രാജുവേഷന്റെ സമയത്ത് തന്നെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക്, ഇപ്പൊ ഈ റെയർ കോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോഴത്തേനും അധികവും ഇങ്ങനെ ഒരു വളരെ സ്പെഷ്യലൈസ്ഡ് ഏരിയയിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുക. നിഷ് ഫീൽഡായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവായി സംഭവിക്കാവുന്ന കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിലെ നെഗറ്റീവ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ കയറി വല്ലാത്തൊരു സ്പെഷ്യലൈസേഷനിലേക്ക്, അതായത് ഒരു ബോട്ടിൽ നെക്കിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യും. അപ്പോൾ മാസ്റ്റേഴ്സിന് നമുക്ക് മൾട്ടിപ്പിൾ സ്പെഷ്യലൈസേഷൻസിന് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറയും, നമ്മൾ ലിമിറ്റഡ് ആയി പോകും. പിന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിട്ടുള്ള ഒരു യാത്രയാവും. ഇപ്പൊ 12th കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഇത്തരത്തിലുള്ള ഒരു റെയർ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മിക്കവാറും കേസുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് എവിടെയോ വായിച്ചു അല്ലെങ്കിൽ ആരോ പറയുന്നത് കേട്ടും ഒരു ധാരണ ഉണ്ടാവില്ല. ഇത് ഇല്ലാതെ ആ കോഴ്സ് എന്തോ ഒരു രസം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതങ്ങ് ചാടിയത്. പക്ഷെ പഠിച്ചു തുടങ്ങുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതെന്താണ് ഈ റിയാലിറ്റിയും ഇവർ ചിന്തിച്ചു കൂട്ടിയതും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ബൈ ദ ടൈം ഇത് ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ചിലതിന്റെ പേര് തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ അതുമായിട്ട് ആ ഒരു പേരിന്റെ ചിലപ്പം ഒരു മീനിങ് ആയിരിക്കത്തില്ല കോഴ്സിനകത്തോട്ട് വരുന്ന സമയത്ത്. അതില് ഈ കോഴ്സിന്റെ സിലബസ് കാര്യങ്ങൾ ഒന്നും പലരും ശ്രദ്ധിക്കാറില്ല. ആ കോഴ്സിന്റെ പേരിന്റെ ആ ഒരു വെറൈറ്റി, നമ്മളിപ്പോ മക്കൾക്ക് പേരിടുന്ന സമയത്തായാലും ഏറ്റവും വെറൈറ്റി ഉള്ള പേര് നോക്കിയിട്ടല്ലേ ഇടുക. അപ്പൊ ആ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സൈക്കോളജി പലപ്പോഴും ഈ കരിയറിന്റെ കോഴ്സിന്റെ കാര്യത്തിലും പലരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നെവർ ഡു ദാറ്റ്. അത് ഇവിടെ വർക്ക് ആവത്തില്ല. മക്കളുടെ പേരിടാൻ പോലെ അല്ല ആ ഒരു സാധനം നിങ്ങൾ എടുത്തിട്ട് ഇതുമേ പ്രയോഗിക്കുമ്പോൾ. ശരിക്കും ആ കോഴ്സിന്റെ സാധ്യതകൾ മനസ്സിലാക്കാതെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലോണം പണി കിട്ടും. പിന്നെ ഇതിലൊരു പോസിറ്റീവ് സൈഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഇത്തരത്തിലുള്ള കോഴ്സുകൾ അത് നമ്മൾ ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഒക്കെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഇത്തരം കോഴ്സുകളുടെ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ചില സ്ഥലത്തൊക്കെ നമുക്കറിയാം 1-2 സീറ്റൊക്കെയുള്ള കോളേജ് പോലും ഉണ്ട്, പ്രത്യേകിച്ച് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾക്ക്. നമ്മൾ അങ്ങനെയാണ് അത് കാണാറുള്ളത്. പക്ഷെ ഇതേ കോഴ്സ് നമ്മൾ ചിലപ്പോൾ ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ നോക്കുമ്പോഴത്തേനും ആ ഒരു കോഴ്സിന് വേണ്ടി മാത്രം ഒറ്റ സീറ്റിനകത്ത് ഒരു ബാച്ചിൽ 60 പിള്ളേർ വരെ പഠിച്ചിറങ്ങും. ഇത്രയും വലിയ മാർക്കറ്റ് ഫ്ലോയെ ഒന്നും എടുക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പം ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങൾ അങ്ങനെ ഒരു വൈഡ് നമ്പർ കുട്ടികൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ശരിക്കും പഠിക്കേണ്ടതുപോലെ ഒരു കുട്ടി ഈ സാധനം പഠിച്ച് അതിലൊരു കരിയറിലേക്ക് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല ഹൈലി പെയ്ഡ് അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ അത് എല്ലാവർക്കും സംഭവിക്കില്ല. അതാണ് അവിടുത്തെ ഒരു റിസ്ക് എലമെന്റ്, പ്രശ്നം പറ്റുന്നത്. ലൈക് പെർഫ്യൂഷൻ ടെക്നോളജി ഇല്ലേ, ഇത് വന്നൊരു കാലഘട്ടം. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പെർഫ്യൂഷൻ ആദ്യമായിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കുറച്ച് അറിയാൻ തുടങ്ങിയ സമയത്ത് അന്ന് പെർഫ്യൂഷൻ ആദ്യമായിട്ടൊക്കെ ബാച്ചുലർ ഡിഗ്രി തലത്തിൽ എടുത്ത ആൾക്കാർ ഇന്ന് നല്ല ഹൈലി പെയ്ഡ് പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു, ഈ കോഴ്സുകളൊക്കെ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ, ഞാൻ എടുത്തു പറയുന്നു അത് അധികവും പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് ഇത് സംഭവിക്കുക, പ്രൈവറ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ആ ഒറ്റ കോഴ്സിന് മാത്രം ഓരോ വർഷവും 60-100 പിള്ളേരൊക്കെ പഠിച്ചിറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ വരുമ്പോഴത്തേനും മാർക്കറ്റിൽ ഇത് എന്താവാൻ ഇഷ്ടംപോലെ ആളായി പോയി. അവർക്ക് ജോലി കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു, നല്ലപോലെ പഠിച്ച് അതിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ തന്നെ റൈറ്റ് അവേ ഒരു കരിയറിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു കുട്ടി ഒരു ഹൈലി പെയ്ഡ് പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് എന്താണ് ഈ കോഴ്സ്, അതിന്റെ സിലബസ് എന്താണ്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്താണ്, മാർക്കറ്റ് എങ്ങനെയാണ്, അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ കോഴ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ. തീർച്ചയായും. പിന്നെ ഒരിക്കൽ ഈ ഒരു സാധനത്തിൽ ഒരു ജോലിയിലേക്ക് എൻ്റർ ചെയ്ത ആള് പെട്ടെന്നൊന്നും വേറൊരു ജോബ് കിട്ടി അങ്ങനെ ചാടി പോകാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. അപ്പോൾ ഇനി ഒരു
സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോഴ്സുകളാണെങ്കിൽ ആദ്യം എനിക്ക് തോന്നുന്നു നമുക്ക് മെഡിക്കൽ ആദ്യം സംസാരിച്ചു തുടങ്ങാം അല്ലേ. അപ്പൊ ഈ മെഡിക്കലിന്റെ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഇത്തരം റെയർ കോഴ്സുകൾ അല്ലെങ്കിൽ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഈ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ഇത്തരം കോഴ്സുകൾ പഠിച്ച ഒരുപാട് പേരെയൊന്നും ആവശ്യമില്ല. ശരിയാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ 2 പേര് അല്ലെങ്കിൽ 3 പേരെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടം കുറയും, വേറെ സ്ഥലത്തേക്ക് ഇത് ചെയ്യുന്നത്. അപ്പൊ പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് എവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടുക? അവിടെ ഒരു പ്രശ്നം സാധാരണ സംഭവിക്കാറുണ്ട്. അപ്പോൾ മെഡിക്കൽ നമുക്ക് സംസാരിക്കാം. ആദ്യം മെഡിക്കലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റെയർ ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ അധികം ആരും കേട്ടിട്ടില്ലാതെ അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് തന്നെ എൻക്വയറീസ് വരുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു കോഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് എംബാമിംഗ് ടെക്നോളജി എന്നുള്ളത്. എനിക്കൊന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയവും അല്ലെങ്കിൽ ഭയങ്കര ഒരു റെയർ നേച്ചറിൽ വരുന്നതാണ്. ഇതിലൊക്കെ പോകുന്ന കുട്ടികൾ ശരിക്കും എങ്ങനെയാണ് അവർ 12th കഴിഞ്ഞ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ആ കുട്ടിയുടെ മനസ്സിലൂടെ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. എംബാമിംഗ് ടെക്നോളജി നമുക്ക് നാട്ടിലുള്ള കോഴ്സാണ്. നാട്ടിൽ മീൻസ് ലൈക്ക് ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ്. ഇത് പഠിക്കാനായിട്ട് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നെ എയിംസിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പൊ എയിംസിന്റെ ആയാലും ഒന്ന് കയറിയിട്ട് അവിടെ ഈ കോഴ്സിനൊക്കെ എത്ര സീറ്റ് ഉണ്ടെന്നൊന്ന് നോക്കണം. വളരെ ചുരുക്കം നമ്പർ ഓഫ് സീറ്റ്സേ ഉള്ളൂ. അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതും ഒന്ന് ചിന്തിക്കണം. മാർക്കറ്റിന്റെ നീഡിനനുസരിച്ചിട്ടാണ് അത് വരുന്നത്. വേറെ ചിലപ്പോൾ ഞാൻ ഇനിയും നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറെ കോഴ്സുകളൊക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ നമ്പർ നോക്കുമ്പോൾ ബിറ്റ് ടു മച്ച് കേട്ടോ. അത് ശ്രദ്ധയിൽ വേണ്ട ഒരു കാര്യം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് എംബാമിംഗ്. ഈ എംബാമിംഗ് ടെക്നോളജി എന്നുള്ളതിന്റെ കരിയർ സാധ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം ഒരാൾ മരണപ്പെട്ടതിന് ശേഷം, ഇപ്പം ദുബായിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കും. ബോഡി നമുക്ക് നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഇതിലിട്ടിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ടില്ല ബോഡി അങ്ങോട്ടേക്ക് പോവാം. ബോഡി പ്രോപ്പറായിട്ട് എംബാം ചെയ്യണം. എംബാം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബോഡി ഫ്ലൂയിഡ്സ് പുറത്തേക്ക് പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് സംഭവിക്കും. അതുകൊണ്ട് ഹെൽത്ത് ഹസാർഡ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റാനായിട്ട് പ്രോപ്പർലി ബോഡി എംബാം ചെയ്ത് മാത്രമേ, അതിന് പ്രോട്ടോകോൾസ് ഉണ്ട്, അത് വെച്ച് മാത്രമേ ബോഡി പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ. ഇത് എംബാം ചെയ്യുന്നിടത്ത് എംബാമിംഗ് ടെക്നോളജി പഠിച്ച ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർ വിചാരിക്കും, ഇപ്പൊ നാട്ടിലാണ് എങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇതിപ്പോ പുറത്തെ രാജ്യത്ത് നിന്ന് വരുന്നതെന്നല്ല നമ്മൾ സംസാരിച്ചത്. അപ്പൊ നാട്ടിലൊരു സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഈവൻ എംബാമിങ്ങിൻ്റെ ഒക്കെ തന്നെ എംബാമിങ് പഠിച്ചതിന് ശേഷം ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ബോഡിയെ ഒന്ന് മേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ? ആക്സിഡൻറ്റിലൊക്കെ മരണപ്പെട്ടു പോയ ആൾക്കാർ അവരുടെ ചിലപ്പം ചീക്ക് ബോൺസ് അങ്ങനെ ഫേസിൽ തന്നെ കംപ്ലീറ്റ്ലി ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. അപ്പൊ ഇത് ഒരു ദിവസമെങ്കിലും ബന്ധുക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ബോഡി നമ്മൾ ദർശനത്തിന് വേണ്ടി വെക്കില്ലേ? അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു മുഖം കാണുന്നത് ഭയങ്കര വേദന ഉണ്ടാക്കും. അവസാന യാത്രയിൽ കാണുന്ന ഒരു മുഖം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ബോഡിയെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നിടത്ത് പ്രോബബ്ലി സിലിക്കൺ അതുപോലുള്ള പല മെറ്റീരിയൽസും വെച്ച് ഫേസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഈ പ്രോസസ്സ് പോലും അതിലേക്ക് വരുന്നുണ്ട്. എനിക്കൊന്ന് എംബാമിംഗ് ആൻഡ് മോർച്ചറി സയൻസ് അങ്ങനെ കോഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നിടത്ത് പിന്നെ ഈ ഇംഗ്ലീഷ് സിനിമകളിലെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അതായത് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേനും ആ ചടങ്ങുകൾ അത് കംപ്ലീറ്റ് സെറ്റ് ചെയ്യുന്നത് ഇവന്റ് മാനേജ്മെന്റ് പോലൊരു ടീമാണ്. ഇതിപ്പോൾ നാട്ടിലും ആയി കഴിഞ്ഞു. നാട്ടിലും പല സ്ഥലത്തും ഈ മരണം എന്ന് പറയുന്നത്, കല്യാണം എങ്ങനെയാണോ നമ്മൾ ഒരു ടീമിനെ ഏൽപ്പിക്കുന്നത്, അതുപോലെ മരണം എന്ന് പറയുന്നതും ഒരു ടീമിനെ ഏൽപ്പിച്ച് അവർ തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കോഴ്സ് പഠിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെയുള്ള കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതായത് A to Z എല്ലാ കാര്യങ്ങളും അവർ തന്നെയായിരിക്കും ടേക്ക് കെയർ ചെയ്യുക. ഇപ്പോൾ ബോഡി കുളിപ്പിക്കുക, ക്ലീൻ ചെയ്ത് പിന്നീട് ദർശനത്തിന് വെക്കുക. അത് പല റിലിജിയനും പല പല തരത്തിലുള്ള റിച്വൽസ് ഒക്കെ ഉണ്ടാവും. ആ കാര്യങ്ങളിലൂടെ കൊണ്ടുപോകും. അപ്പോൾ ഈ റിച്വൽ ഒന്നും ഒരിക്കലും നമ്മൾ ഈ എംബാമിംഗ് ടെക്നോളജി പഠിക്കുന്ന സമയത്ത് റിച്വലിന്റെ ഉള്ളിലേക്കൊന്നും അവർ പഠിക്കാൻ പോണില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം പഠിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ സെൽഫായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി പോലും ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം ഇതിൻ്റെ ഒരു ബാച്ചിലർ ഡിഗ്രി പഠിച്ചു എംബാമിംഗ് ടെക്നോളജിയിൽ, പഠിച്ചിറങ്ങിയിട്ട് ഞാൻ കുറേ ഇടത്ത് അപ്ലൈ ചെയ്ത് നോക്കി എനിക്കാരും ജോലി തരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുമെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായൊരു ലീഡർഷിപ്പ് സ്കിൽ ഇല്ല, ഒരു ഓൺടർപ്രണോറിയൽ സ്കിൽ ഇല്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും തന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലായി എന്ന് പറയുന്ന അവസ്ഥയിലാവും. അപ്പോഴാണ് നമ്മൾ വീഡിയോയുടെ അടിയിൽ പോയി കമന്റ് ഇടുന്നത്, എന്ത് ആരും പഠിക്കണ്ടേ എന്നുള്ളത്. ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ വീഡിയോയുടെ അടിയിലും എനിക്കൊന്ന് എല്ലാ കോഴ്സിന്റെ താഴെയും നമുക്ക് അങ്ങനത്തെ കമന്റ്സ് വരാറുണ്ട്, ഈ കോഴ്സ് ആരും പഠിക്കരുത് എന്നുള്ളത്.
കാരണം ആ കോഴ്സ് പഠിച്ചിട്ട് ഈ കമന്റ് ഇട്ട വ്യക്തിക്ക് ജോലി കിട്ടിയിട്ടില്ല. പക്ഷേ ആ കോഴ്സ് പഠിച്ചിട്ട് ആർക്കും ജോലി കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എവിടെയൊക്കെയോ ആളുകൾ കയറിയിട്ടുണ്ട്. സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ കമന്റ് ഇട്ട ആളും ജോലി കിട്ടിയ ആളും. അത് അവരുടെ സ്കില്ലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അവർക്ക് അവരെ എങ്ങനെ പോർട്രേ ചെയ്യാൻ പറ്റി എന്നുള്ളതിലുള്ളൊരു ഡിഫറൻസ് ആണ്. ഇനി ആരും നമുക്കൊരു ജോലി തന്നില്ല എങ്കിലും നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്ന ആ ഒരു സ്കില്ലുണ്ടല്ലോ, അതിലുള്ള ഡിഫറൻസ് ആണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോ നമ്മള് എംബാമിങ് എനിക്ക് തോന്നുന്നു ഒരു വിധം കിട്ടിയില്ലേ, മനസ്സിലായിട്ടുണ്ട്. ഇനി വേറെ ഇതുണ്ട്. ഇതേപോലെ തന്നെയാണ് നമുക്ക് എയിംസിൽ ഒരു കോഴ്സ് സ്ലീപ്പ് ടെക്നോളജി. നമുക്ക് അതൊക്കെ കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിൽ എന്താ പഠിപ്പിക്കുന്നത്, ഇതിൽ പഠിക്കാൻ പോയിക്കാൻ നമുക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് പോലും ചോദിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അതിപ്പോ ഈ ടെക്നോളജി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഉറങ്ങാം. അതെ, ഈ സ്ലീപ്പ് ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പൊ സ്ലീപ്പ് ഡിസോർഡേഴ്സ് അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഗഹനമായ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പലരുടെയും ഭീകരമായ ഒരു പ്രശ്നമാണ് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. കട്ടിലിൽ പോയി കിടക്കേണ്ട തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, പക്ഷെ ഉറക്കം ശരിയാവണില്ല. ഇനി ചിലർക്ക് ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്ന സ്വഭാവം. അപ്പൊ അത് ഉറങ്ങുന്ന ആളെ അല്ല പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുക, കൂടെ കിടക്കുന്ന ആൾക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസിന്റെ അവസ്ഥയിലേക്ക് പോകുന്നത്. കാരണം പലപ്പോഴും കൂർക്കം വലിക്കുന്ന ആൾ തിരിച്ചറിയാറ് പോലും ഇല്ല നമ്മൾ കൂർക്കം വലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകുന്ന അവസ്ഥ. ഇനി ഇതേ സാധനം തന്നെ നമ്മുടെ ഹെൽത്തിന് ഒരു ഹസാർഡ് ആകുന്ന അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് സ്ലീപ്പുമായി റിലേറ്റ് ചെയ്ത് മാത്രം. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ സ്ലീപ്പ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഇത്. സ്ലീപ്പ് ആപ്നിയ ഒക്കെ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കിയ വേർഡുകളാണ് അതൊക്കെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പഠനം, ഇതിനുള്ള തെറാപ്പീസ് എന്താണ്, ഇതിനൊരാളെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ഇതെല്ലാം ഈ സ്ലീപ്പ് സ്റ്റഡീസിന്റെ സ്ലീപ്പ് ടെക്നോളജിയുടെ ഭാഗമായിട്ട്. ഈവൻ നമ്മൾ കിടക്കുന്ന മെത്തയില്ലേ, ആ മെത്തയിൽ തന്നെ അതിന്റെ പിന്നിൽ തന്നെ ഒരുപാട് സയൻസ് ഉണ്ട്. ഒരു മെത്ത എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം, അതിന്റെ ഏത് ഭാഗത്ത് നമ്മൾ കിടക്കണം, നമ്മുടെ ബോഡിയുടെ പ്രഷർ കാര്യങ്ങൾ എങ്ങനെ ഇതുമായിട്ട് നന്നാവണം. അപ്പോൾ അതുവരെ പോവും. അപ്പോൾ ജോലി സാധ്യത എന്ന് പറയുമ്പോഴത്തേനും ഈവൻ ഒരു മാട്രസ് ഉണ്ടാക്കുന്ന ഒരു ഹൈ എൻഡ് മാട്രസ് ഇതിൽ നിന്ന് ഇപ്പൊ ഇവിടെ ദുബായിൽ കണ്ടിട്ടില്ലേ, ഈവൻ 10,000 ദിറംസിന് പോലും മാട്രസ് ആൾക്കാർ വാങ്ങിക്കാറുണ്ട്. 10,000 ദിറംസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു നാട്ടിൽ ഒരു 2.5 ലക്ഷം രൂപയോളം ആയി. അപ്പോൾ ഈ 2.5 ലക്ഷം രൂപയുടെ മാട്രസ് ഉപയോഗിക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു വിഭാഗം അത്തരം ഉണ്ട് അങ്ങനെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അങ്ങനെ ഒരു മാട്രസ് ഒക്കെ വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഹെൽത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ ആ കോൺഷ്യസ് ആയിട്ട് ഹെൽത്തിനെ കാണുന്ന ആൾക്കാർ ഈ മാട്രസ് ഉണ്ടാക്കുന്ന കമ്പനി ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്നാൽ പിന്നെ ഈ മെറ്റീരിയൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കിക്കളയാം എന്ന് ചിന്തിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ചുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ മനുഷ്യന്റെ സൈക്കോളജി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഇതുണ്ട്. ഇതിന്റെ നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു. അപ്പോൾ നമ്മളൊരു കോർപ്പറേറ്റ് വേൾഡിലേക്കുള്ള അങ്ങനത്തെ ഒരു എൻട്രി എന്ന് വിചാരിച്ചാൽ പോലും അതിന്റെ സാധ്യത ഇങ്ങനെയുള്ളതിൽ. പക്ഷെ എഗെയിൻ ആവർത്തിക്കുന്നു, നമ്മൾ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും കേട്ടിട്ട് ചാടിപ്പോയി ഈ കോഴ്സിനെല്ലാം ഭയങ്കര സാധ്യതയുണ്ട് എന്ന് പറയാനല്ല ഈ പോഡ്കാസ്റ്റ്. ഈ പോഡ്കാസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ ബാച്ചിലർ ഡിഗ്രിയിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. ആ കോഴ്സിൽ പഠിപ്പിക്കുന്നത് ഇന്നതൊക്കെയാണ്. പക്ഷെ ഇതെല്ലാം പഠിച്ചതുകൊണ്ട് മാത്രം എല്ലാവർക്കും ജോലി കിട്ടാൻ പോണില്ല. അതിനുള്ള സ്കില്ലുകൾ കൂടി നമ്മുടെ കയ്യിൽ നല്ലോണം ഉണ്ടാവണം. അത് നോക്കിയിട്ട് എടുക്കണം. യെസ്, അത് നോക്കിയിട്ടേ എടുക്കാവൂ. അല്ലാതെ ഇതിനകത്ത് ഇന്നത് ഡിസ്കസ് ചെയ്തല്ലോ, ഇത് കേൾക്കാൻ രസം എന്ന് പറഞ്ഞിട്ട് ആരും ഇതിനകത്ത് എടുത്ത് ചാടണ്ട. അതിന്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കി നമ്മളുടെ സ്കിൽ സെറ്റ് അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഗോ ഹെഡ്. ഇനി ഇതേപോലെ തന്നെയാണ് യൂറോളജി ടെക്നോളജി. നമുക്ക് വേറെയും ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട് നമുക്ക് പാരാമെഡിക്കൽ വരുന്ന സമയത്ത്. ഇതൊന്നും അധികം ആരും എനിക്കൊന്നും കുട്ടികൾ കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ അതിൻ്റെ ഒരു സാധ്യതകൾ നമുക്ക് ഈ മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സാധ്യതകൾ പറയാനില്ല. എന്നാലും യൂറോളജി ടെക്നോളജിയെ കുറിച്ചിട്ട് ചിലപ്പോൾ കുട്ടികൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. ഈ യൂറോളജിസ്റ്റ് ഇല്ലേ, MBBS കഴിഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുത്തു പോകുന്ന ആൾക്കാർ. അപ്പം ആ ഒരു യൂറോളജിസ്റ്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ യൂറോളജി ടെക്നോളജിസ്റ്റ്. ഇനി വേറൊരു കാര്യം കൂടി എപ്പോഴും ആലോചിക്കണം. ഇത്തരം കോഴ്സുകൾ നമ്മൾ സ്പെസിഫിക്കലി പാരാമെഡിക്കൽ ഏരിയയിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജി കോഴ്സുകൾ പഠിച്ചതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഡോക്ടർ ആകത്തില്ല. നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറിന്റെ അണ്ടറിൽ ഡോക്ടറിന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. പിന്നെ നമ്മളൊരു ഓൺട്രപ്രണോറിയൽ സ്കിൽ സെറ്റ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ നമ്മളൊരു ഡോക്ടറെ നമ്മുടെ കയ്യിൽ വെക്കും. ആ അവസ്ഥയിലേക്ക് ഇത് സംഭവിക്കാം. അപ്പൊ ഈ യൂറോളജി ടെക്നോളജി എന്ന് പറയുന്നിടത്ത് കിഡ്നി ഫെയിലിയർ, കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഒരുപാട് കൂടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതില്
ഉള്ള പഠനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോളജി ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ഈവൻ ഈ മെയിൽ സെക്ഷൽ ഓർഗൻ ഉള്ള ഇറക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളില്ലേ, അതും ഇവർ ഒരു പരിധിവരെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എടുത്തിട്ട് അതിലേതെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ അഗാധമായി പഠിച്ച് അതിൽ ശരിക്കും ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കോഴ്സാണ് ഈ യൂറോളജി ടെക്നോളജി പറയുന്നത്. എനിക്ക് തോന്നുന്നു അല്ലാതെയുള്ള കുറച്ച് റിയർ ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഓൾറെഡി മുന്നേ സംസാരിച്ചിട്ടുണ്ട്. ഹെൽത്തിൽ വേറെ ഒരുപാടുണ്ട്. ഇപ്പൊ ഹെൽത്തിലാണ് നമുക്ക് ഈ ഒരു മെഡിക്കൽ ആനിമേഷൻ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ മെഡിക്കൽ ആനിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ മെഡിക്കൽ കോളേജുകളുമായിട്ട് അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഇത് പഠിക്കുന്ന കുട്ടികൾ അവരെയൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള 3D ആനിമേഷൻ സംഭവങ്ങൾ പരിപാടികളെല്ലാം ആവശ്യമുണ്ട്. ഓരോ ഓർഗനെയും അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണല്ലോ നമുക്ക് മനസ്സിലാവാം. കാരണം നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ഉണ്ട്, ലിവർ ഉണ്ട്, കിഡ്നി ഉണ്ട് എന്നൊക്കെ അറിയാം. ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലം തൊട്ട് നമ്മൾ പഠിച്ചതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ അതിന്റെ ഉള്ളിലുള്ള ഓരോ നുവാൻസസും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോമൺ മാൻ അത് അറിയണമെന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് ആ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ടേ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ടേ. അപ്പൊ ആ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോഴത്തേനും ആ ഓർഗനെ പഠിപ്പിച്ചു കൊടുക്കാൻ, അത് എന്ത് മെഡിക്കൽ റിലേറ്റഡ് കാര്യമായിക്കോട്ടെ, അതിനു വേണ്ടി അവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന കുറെ എയ്ഡ്സ് ഉണ്ട്. അത് ആനിമേറ്റഡ് എയ്ഡ്സ് ആണ്. അപ്പൊ ആ എയ്ഡുകൾ ഉണ്ടാക്കാനായിട്ട് എങ്ങനെ ചെയ്യാം, അതാണ് ഈ മെഡിക്കൽ ആനിമേഷനിൽ പഠിപ്പിക്കുന്നത്. എനിക്കൊന്ന് ഈ കോഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് സയൻസ് സ്ട്രീം വേണം എന്നുള്ള നിർബന്ധം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ആനിമേഷൻ പോലുള്ള കോഴ്സുകൾ അടക്കം ചില കോഴ്സുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പേഷ്യന്റ് ഇന്ററാക്ഷൻ നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന ചില ആൾക്കാരുണ്ട്. എനിക്ക് മെഡിക്കൽ മേഖലയിൽ നിൽക്കണം, പക്ഷെ എനിക്ക് എന്ത് വേണ്ട, പേഷ്യന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എനിക്ക് ഡെപ്തിൽ പോകാൻ താല്പര്യം. ചിലർ പറയും മെഡിക്കൽ ഫീൽഡിൽ വേണം, എന്നാൽ എനിക്ക് കോർ സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലുള്ള കോഴ്സുകളെല്ലാം നമുക്കൊരു സാധ്യതയായിട്ട് മാറും എന്നുള്ളത് ഓർക്കാവുന്നതാണ്. മനസ്സിലായി. എനിക്കൊന്ന് നമുക്ക് മെഡിക്കൽ നമ്മൾ കുറച്ച് സംസാരിച്ചു, കുറച്ച് നമുക്ക് ടെക്നോളജിയിലോട്ട് പോയാലോ. അപ്പൊ അതില് ഒരു ബിഗ് ഡേറ്റ അല്ലെങ്കിൽ പിന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇതൊക്കെയാണ് ഇപ്പൊ കുട്ടികൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. ഇതിന്റെയൊക്കെ ഒരു സാധ്യത അല്ലെങ്കിൽ എത്രമാത്രം എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്ത് സ്കില്ലുള്ള ആൾക്കാരാണ് ഇതിലേക്കൊക്കെ കൂടുതൽ ഇറങ്ങേണ്ടത്? ഇത്തരം വാക്കുകൾ ഇന്ന് കിടന്ന് കറങ്ങുന്ന വാക്കുകളാണെന്ന് ഞാൻ പറയും. IoT, മെഷീൻ ലേണിംഗ്, പിന്നെ അതുപോലെ ബിഗ് ഡാറ്റ, ക്രിപ്റ്റോ കറൻസി, ഇതൊക്കെ എന്താണ് എന്ന് പലർക്കും അറിയത്തില്ല. പക്ഷേ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകളാണ്. എന്തോ ഇതിനൊക്കെ ഭയങ്കര സാധ്യത, വെറൈറ്റിയാണ്. ഈ വെറൈറ്റി ആണെന്നും പറഞ്ഞിട്ട് ഇതിലേക്ക് ഇത് പഠിക്കണം, ഇതിന്റെ സാധ്യതകൾ, അല്ലെങ്കിൽ ഈ സ്പെഷ്യലൈസേഷൻ തന്നെ നിർബന്ധം വേണം എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം, ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഞ്ചിനീയറിംഗിന്റെ സ്ട്രീം പറഞ്ഞ സമയത്ത് ഇത് കുറച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ എന്നാലും ഈ ഒരു ഡിഫറെന്റ് കോഴ്സിലും പറയാവുന്ന ഒരു ടോപ്പിക്കാണ്. ആദ്യമേ പറയുന്നു, ഈ കോഴ്സുകളെല്ലാം ബാച്ചിലർ ഡിഗ്രി തലത്തിൽ പഠിക്കണമെന്നൊരു നിർബന്ധമില്ല. കാരണം നിങ്ങൾ അടിസ്ഥാനം ഉറയ്ക്കാതെ അതിന്റെ മുകളിലേക്കുള്ള സാധനങ്ങൾ കെട്ടുന്നതിന് തുല്യമാണത്. ഇനി ഒരു കോളേജിൽ ആ പർട്ടിക്കുലർ കോഴ്സ് തന്നെ, അതും നമുക്ക് എത്ര കോളും കാര്യങ്ങളും വരുന്നതാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനത്തെ ഒരു കോഴ്സാണ് ഞാൻ നോക്കിയത് മെഷീൻ ലേണിംഗ് ആയിരുന്നു, പക്ഷെ അത് കിട്ടണില്ല. അല്ലെങ്കിൽ ഞാൻ നോക്കിയത് ഡാറ്റ അനലിറ്റിക്സ് ആയിരുന്നു, പക്ഷെ അവര് പഠിപ്പിക്കുന്നതിനകത്ത് ഡാറ്റ സയൻസ് ആണുള്ളത്. ഇപ്പൊ ഇതൊക്കെ ആളുകൾ ഭയങ്കര ഒരു പ്രശ്നമാണ്. അതങ്ങ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടി കാര്യം തീർന്നു എന്ന മൈൻഡ് സെറ്റിലേക്ക് വരുന്നുണ്ട്. മാം പറഞ്ഞ പോലെ തന്നെ പലരും ഇപ്പോൾ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് ഇതില് ഇവരെ പേര് മാത്രമേ നോക്കുന്നുള്ളൂ. അതിനകത്തുള്ള സിലബസോ അല്ലെങ്കിൽ എന്താണ് ഈ കോളേജിലുള്ള സിലബസ് അതൊന്നും നോക്കാതെയാണ് പേരൻസും കുട്ടികളും ഇത്രയും ഒരു സ്ട്രെസ് എടുക്കുന്നതാണ്. അതെ, ഇതില് ഈ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ പോലുള്ള മേഖലകളിലേക്ക് ഒരു കുട്ടി ഇറങ്ങുമ്പോൾ ആ കുട്ടിയുടെ ലോജിക്കൽ എബിലിറ്റി, അനലിറ്റിക്കൽ എബിലിറ്റി, മാത്തമാറ്റിക്കൽ സ്കിൽ സെറ്റ്സ്, ഇതൊക്കെ കുറച്ചൊരു ഹയർ സൈഡിലായിരിക്കണം. ഇത് ഒരു ഹയർ സൈഡിലല്ലാത്ത, അത് അത്ര താല്പര്യമില്ലാത്ത, അതിന്റെ അടിസ്ഥാനങ്ങൾ പ്രോപ്പർലി ഉറയ്ക്കാത്ത ഒരു കുട്ടി ഇത്തരം വിഷയങ്ങളിലേക്ക് മാർക്കറ്റിൽ സാധ്യത കൂടുതലുണ്ട് എന്നുള്ള ഒറ്റ കാരണം മാത്രം മുൻവെച്ചുകൊണ്ട് പോകുമ്പോൾ സപ്ലി അടിച്ച് അവിടെ കിടക്കും, വേറെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിൽ സെറ്റ് ഉണ്ട്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആരും മോശക്കാരല്ല. നമ്മളുടെ ഒരു സ്കിൽ സെറ്റ് ഡിഫറെന്റ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടായിരിക്കില്ല, അതിനർത്ഥം നിങ്ങൾ എല്ലാത്തിലും മോശം എന്നല്ല. പോട്ടെ, ആ വിഷയം നിങ്ങൾ കുറച്ച് പഠിക്കാൻ അക്കാഡമിക്കലി മോശമായി പോയി, അല്ലെങ്കിൽ ബേസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് വെക്കുമ്പോൾ
ആരൊക്കെയോ വീണ്ടും അത് പഠിച്ചാൽ മാത്രമേ ജീവിതത്തിൽ നന്നാവുള്ളൂ എന്ന് പറഞ്ഞ് ഉന്തി വിടുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ 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 നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പം AI ഇങ്ങനെ കുറച്ച് നാൾ മുന്നേ അത് ഭയങ്കര റെയർ ആയിരുന്നു. ഇപ്പൊ പിന്നെ അതൊരു കോമൺ ടേമായി. എനിക്കൊന്ന് ഇവിടെയൊക്കെ സ്കൂളിൽ പോലും, നമുക്കിപ്പോ UAE സ്കൂളിൽ പോലും അതൊരു മാൻഡേറ്ററി സബ്ജക്റ്റ് ആക്കാൻ പോവാണ്. അപ്പം പലരും ഓക്കെ ഇനി കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് ഇപ്പം റീസെന്റ്. കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ലെങ്കിൽ ഫ്യൂച്ചർ ഇല്ല എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കരിയർ മേഖല നമ്മൾ ഇനി നോക്കുകയാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലാതെ വരില്ല. അപ്പൊ നമുക്കിത് പേഴ്സണലി ഹാൻഡിൽ ചെയ്യാനുള്ള എന്തുണ്ടാവണം, ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. ആ കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ കരിയറിൽ നമുക്ക് ശോഭിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് ഞാൻ വെറുക്കുകയാണ്, എനിക്ക് കമ്പ്യൂട്ടർ ഇഷ്ടമേ അല്ല എന്ന് ആരും ഒരിക്കലും പറയരുത്. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഇതുമായിട്ട് അക്വന്റൈൻഡ് ആയേ പറ്റുള്ളൂ. അത് എന്ത് കരിയറിലേക്ക് നമ്മൾ പോകാം, എന്തായാലും വേണം. പക്ഷെ അതിനർത്ഥം എല്ലാവരും കോഡിങ് പഠിച്ചിരിക്കണം അങ്ങനെയല്ല. നമ്മുടെ ബേസിക് സ്കിൽ സെറ്റ്സ് ഒന്ന് റെഡിയാക്കി പോവാം. എന്നിട്ട് അതിൽ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ആ വഴിക്ക് എടുത്തു പോവാം. ബാക്കിയുള്ളവർ എന്ത് കരിയറിലാണോ എൻ്റർ ചെയ്യുന്നത് ആ കരിയറിൽ ഈ സാധനങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വയം വന്നു ചേരുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ടെക്നോളജി എടുത്തു വെച്ചു. നമുക്കിനി കുറച്ച് നമ്മുടെ കൊമേഴ്സുകാരെ സംബന്ധിച്ചിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ റീസെന്റ് ചോദിക്കുന്ന ഒരു കോഴ്സാണ് ഫിൻടെക്. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് റീസെന്റ് ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോഴേക്കും ആൾക്ക് കമ്പ്യൂട്ടറായിട്ട് യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ ബട്ട് ഫിൻടെക് തന്നെ പോകണം, ലൈക്ക് അതിൽ എങ്ങനെയാണ് ഏറ്റവും ടോപ്പിലെത്താൻ പറ്റുക, ഇങ്ങനെയുള്ള കുറെ എൻക്വയറി റീസെന്റ് വരുന്നുണ്ട്. ഈ ഫൈനാൻഷ്യൽ ടെക്നോളജി, അതാണ് ഈ ഫിൻടെക് എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ നമ്മുടെ ഈ ആപ്പിൾ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഇതൊക്കെ ഈ പറയുന്ന സാധനങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ പേയ്മെന്റ് നടക്കുന്നത് എന്നുള്ളത്? നമ്മളൊരു മൊബൈൽ എടുത്ത് ഏതോ ഒരു മിഷന്റെ മണ്ടയ്ക്ക് വെക്കുമ്പോഴത്തേനും ദേ പൈസ പോയി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഒരു സാധനം അടിച്ചു, സെൻഡ് എന്ന് അടിക്കുന്നു, പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പറന്ന് ബാക്കിയുള്ളവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? ഇതിന്റെ പിന്നിൽ ഒരു ടെക്നോളജി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഫിൻടെക് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ ഇത് നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണ് ഇത് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ. ഇതൊക്കെ ഉണ്ടാക്കാനും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നിടത്ത് ഫിൻടെക് ചെയ്ത ആൾക്കാരാണ് പ്രൈമറിലി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പലർക്കും ഈ ക്രിപ്റ്റോ കറൻസി അത് ഇതെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് എന്ത് കറൻസിയാണ്? നമ്മൾ കണ്ണിൽ കാണുന്ന കറൻസികൾ നമുക്കറിയാം. നമ്മുടെ കയ്യിൽ ഒരു നാണയമുണ്ട്, അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണം ഉണ്ട്, അത് നോട്ടാണ്, ഒരു കറൻസി നോട്ടാണ്. പക്ഷെ നമ്മൾ കാണാത്ത എന്നാൽ വാല്യൂ ഉള്ള എന്ന് പറയപ്പെടുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറയുമ്പം അത് ആര് എങ്ങനെ എപ്പോൾ ഉണ്ടാക്കുന്നു, അതെങ്ങനെ മൈൻഡ് ചെയ്യുന്നു, ഇതൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു ഏരിയയിലേക്ക് പോകണമെങ്കിൽ ഈ ഫൈനാൻഷ്യൽ നോളജും ടെക്നോളജിയെ കുറിച്ചുള്ള നോളജ്, ഇത് രണ്ടും കറക്റ്റായിട്ട് സമന്വയിക്കണം. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലതാണ്. ബാച്ചിലേഴ്സിൽ നിങ്ങൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ പോലും നിങ്ങൾക്ക് മാസ്റ്റേഴ്സിന് ഫിൻടെക്കിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, തീർച്ചയായും ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ ബാച്ചിലറിൽ പോയിട്ട് നേരെ ഫിൻടെക് പഠിക്കണം, BSc ഫിൻടെക്കും ഉണ്ട് കേട്ടോ, അതിൽ തന്നെ പോകണം, അങ്ങനെയൊന്നും ഒരു ആവശ്യമില്ല. ബാച്ചിലർ ഡിഗ്രിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട്, അതാണ് ഞാനൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് പറയുക. ബാച്ചിലർ ഡിഗ്രിയിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുക, കോർ ആയിട്ടുള്ള സാധനങ്ങൾ, ഒരു കോർ വിഷയത്തിൽ സ്ട്രോങ് ആവുക. അതിനുശേഷം മാസ്റ്റേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫിൻടെക് എടുക്കാം. മാസ്റ്റേഴ്സ് എടുക്കുമ്പോൾ MTechലും എടുക്കാം, MScയിലും എടുക്കാം. ഒട്ടും അടിസ്ഥാനം ഇല്ലാതെ ഡയറക്റ്റ്ലി ഇതുപോലത്തെ ബാച്ചിലേഴ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ച് പാടുപെടും. യെസ്. പിന്നെ ഇതേപോലെയാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിനെ തട്ടി നടക്കാൻ പറ്റുന്നില്ല, അത്രയും എൻക്വയറിയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേ കിട്ടുന്ന ജോലി ഏതാണെന്നൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഇവർക്ക് ആദ്യം വരുന്ന ഓപ്ഷൻസ് ആണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഒക്കെ. അപ്പൊ അത് എനിക്ക് ഒരുപാട് കുട്ടികളുണ്ട് മാം. എനിക്ക് തോന്നുന്നു അവർ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നിയത്. എന്തോ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകൾ ഒരുപാട് ചോദിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഒത്തിരി പ്രൈവറ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റികളിൽ ബാച്ചിലർ തലത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഒരു സബ്ജക്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു സ്പെഷ്യലൈസേഷൻ വിഷയം പോലെ. ചിലർ എന്ത് ചെയ്തിരിക്കുന്നു, BCom വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, BSc ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. സോ ഇതൊക്കെ വരുമ്പോൾ എപ്പോഴും ഈ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ ഇങ്ങനെ ഒരു ഇത് വരുന്നത്, എന്താണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തപ്പി നടക്കുന്നത്? ഞാൻ എപ്പോഴും പറയും, ഒരു 5 പേര് നിന്ന് ഈ കോഴ്സ് ഉണ്ടോ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ ദിവസം ആ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഡീം ടു ബി യൂണിവേഴ്സിറ്റിക്ക് ആ ഒരു കോഴ്സ് തുടങ്ങാൻ പറ്റും. അതാണ് സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഗുണവും ദോഷവും ഉണ്ട്. ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ
ട്രെൻഡിനനുസരിച്ച് ഇപ്പൊ എന്ത് തരത്തിലുള്ള കോഴ്സുകളാണോ വേണ്ടത് അത് അവർക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് പോസിറ്റീവ് സൈഡാണ്. നെഗറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് തന്നെ അറിയാം ഇത് പഠിച്ചിറങ്ങിയിട്ട് ഒരു കാര്യമില്ല, കാരണം ഇതിൽ അടിസ്ഥാനമില്ലാത്ത പിള്ളേരെ വെറുതെ ഒരു ഓളത്തിൽ ഇങ്ങനെ പുറത്തിറക്കിയിട്ട് കാര്യമില്ല. പക്ഷേ മാർക്കറ്റിൽ ഈ കോഴ്സ് സെല്ലായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം സ്ഥാപനങ്ങൾ അത്തരം കോഴ്സുകൾ പുറത്തേക്ക് വിടുമ്പോൾ ഈ പേരിൽ മയങ്ങി കുട്ടികളും പാരന്റ്സും അതിനകത്ത് പോയി ചാടാറുണ്ട്. അതൊരു റോങ് വേ ഓഫ് അപ്രോച്ചിങ് ആണിത്. അത് യൂണിവേഴ്സിറ്റികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യൂണിവേഴ്സിറ്റി ആയാലും അതൊരു ബിസിനസ് യൂണിറ്റ് ആണ്. ഓഫ് കോഴ്സ് അവർക്ക് അവരുടെ ബിസിനസ് നോക്കിയിട്ട് ആരായാലും പ്രവർത്തിക്കുള്ളൂ. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന പാരന്റ്സും കുട്ടികളും അത് നിങ്ങളുടെ ഫ്യൂച്ചറാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു മാർക്കറ്റിങ്ങിൽ മാത്രം വീണു പോകാതെ ഇതിന്റെ സാധ്യത കൂടി മനസ്സിലാക്കിയിട്ട് പോകണം. ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പറയും നമ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലാതെ എങ്ങനെയാണ് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക? ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു 3000 കോടി റുപ്യ ഇരിക്കണം, അയാൾക്കറിയില്ല ഇത് എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരാളുടെ കയ്യിൽ ഒരു ഭയങ്കര ഐഡിയ ഉണ്ട്, അയാൾക്കറിയില്ല ആരെ അപ്രോച്ച് ചെയ്യണമെന്ന്. ഇവിടെ എല്ലാം ഒരു മിഡിൽ മാൻ ആയി വർക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു മൈൻഡ് അപ്ലൈ ചെയ്ത് ഈ സാധനത്തിന് ഒന്ന് സ്ട്രാറ്റജൈസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറാണ്. അപ്പൊ ഇങ്ങനെ ഒരാളുമായിട്ട് നമുക്കൊരു റിലേഷൻ വേണമെങ്കിൽ നമ്മൾ വായൊന്നും തുറക്കത്തില്ല, നമ്മൾ ഇങ്ങനെ ഇരിക്കുള്ളൂ എന്ന് പറയുന്ന ഒരാൾ എപ്പോഴെങ്കിലും ഈ ഒരു റോളിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചു നോക്കും. ഇനി അത് മാത്രമല്ല, ചുമ്മാ നമ്മളങ്ങ് സംസാരിച്ച ആളെ വീഴ്ത്താൻ ഇതാണ് ഒരു സബ്ജക്റ്റ്, ഒരു വസ്തു പറഞ്ഞുകൂടാ, അങ്ങനെ ഒരാൾക്കും ഇതിലേക്ക് കടന്നു വരാൻ പറ്റുമോ? ഇല്ല. ചിന്തിക്കണം ഇതെല്ലാം നമ്മൾ. അപ്പൊ ഈ 2 ക്വാളിറ്റീസും ഒരുപോലെ വരുന്ന ഒരാൾക്കാണ് ഈ മേഖലയിൽ നന്നായിട്ട് തിളങ്ങാൻ പറ്റുക. ഇനി പഠിച്ചിറങ്ങിയ ഉടനെ നേരെ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡും വെച്ച് അവിടെ അതൊരു പടിപ്പടിയായിട്ടേ നമുക്ക് ഗ്രോ ചെയ്ത് വരാൻ പറ്റുള്ളൂ. ഒരു I'll say like it will take ഒരു 8 to 10 years of time frame for you. ഒരു സ്റ്റെപ്പ് കയറി നമ്മൾ അവിടെ എത്തണം. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് കമ്പനിയിൽ ഒരു കുറച്ചൊരു താണ ലെവലിൽ നിന്ന് തുടങ്ങി നമുക്ക് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണ് എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 8 years, ഒരു 8 to 10 എന്നും പറയേണ്ട ഒരു 5 to 8 yearsലും വേണമെങ്കിൽ നമ്മൾ കേപ്പബിൾ ആണ് എങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷേ പഠിച്ച് എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് പഠിച്ചു, നിങ്ങൾക്ക് ഈ പറയുന്ന സ്കിൽ ഒന്നും ഇല്ല എങ്കിൽ വെറുതെ പഠിക്കാന്നല്ലാതെ ഈ ഗൂഗിളിൽ കണ്ട ശമ്പളം ഒന്നും ആർക്കും കിട്ടാൻ പോണില്ല. ഇത് നിങ്ങൾ മയങ്ങി പോണത് എങ്ങനെയാണ്? ഗൂഗിളിൽ കയറിയിട്ട് ഏറ്റവും കൂടുതൽ സാലറി ഹൈപ്പേ നോക്കുമ്പോൾ അതിൽ ഇത് കാണാണ്, അവിടെയാണ് അത് വീണു പോണത്. അത് സംഭവിക്കരുത്. അതെ, എനിക്കൊന്നും ഫിനാൻസിന്റെ മേഖല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ഇതാണിത്. ഇതുപോലൊരു സാധനമാണ് ആക്ച്വറിയൽ സയൻസ്. എനിക്കൊന്ന് നമ്മളോട് തന്നെ ബിടെക് ആക്ച്വറിയൽ സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ച കുട്ടികൾ പോലും ഉണ്ട്. അപ്പൊ അതിൻ്റെ ഈ ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്ന സംഭവം പണ്ട് ഇത് ബാച്ചിലർ ഡിഗ്രി ആയിട്ട് ഇന്ത്യയിൽ പോലും പ്രൊവൈഡഡ് ആയിരുന്നില്ല. നമ്മുടെ ഈ ഫൈനാൻസ് മേഖലയിൽ ഒരുപാട് പ്രൊഫഷണൽ ലൈസൻസിങ് പ്രോഗ്രാംസ് ഇല്ലേ, അതുപോലൊരു തരത്തിലാണ് ഈ ആക്ച്വറിയൽ സയൻസ് ആദ്യം ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്നത് തന്നെ. പക്ഷേ ഇപ്പോൾ നമുക്ക് പല യൂണിവേഴ്സിറ്റികളും BSc ആക്ച്വറിയൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് പോലും പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഇൻഷുറൻസിന്റെ മേഖല. ഇപ്പോൾ ഒരു ഇൻഷുറൻസിന്റെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസ്ക് അനലൈസ് ചെയ്ത് ആ ഫണ്ടിങ് മാനേജ് ചെയ്യുന്ന സ്ഥലത്ത്, ഇവിടെയൊക്കെ നമുക്ക് ആക്ച്വറിയൻസിനെയാണ് ആവശ്യം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു 5 രൂപ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷത്തിന് ശേഷം ഈ 5 എന്താവും, എങ്ങനെയാവും, അതിന്റെ ഇതെന്താണ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്തും നമുക്ക് ഒരു ആക്ച്വറിയന് ആവശ്യമുണ്ട്. പല മേഖലയിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റും. പക്ഷേ ഈ ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. അതിന് ആ സബ്ജക്റ്റിനോട് നമുക്ക് അത്രയും താല്പര്യവും സ്ട്രാറ്റജൈസ് ചെയ്യാനുള്ള ശേഷിയും ഒക്കെ നിർബന്ധമാണ്. ഇതൊന്നും ഇല്ലാതെ ഈ ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്ന പേരിലുള്ള ഒരു ഡിഫറെന്റ് സാധനം ഉണ്ടല്ലോ, അതിനെ വിചാരിച്ചിട്ട് ആക്ച്വറിയൽ സയൻസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ നമ്മൾ ക്രാക്ക് ചെയ്യില്ല, ഒരെണ്ണം നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോണില്ല. എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് ആണെന്ന് തോന്നുന്നു അല്ലേ, അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇനിയുള്ള കാലത്ത് എന്ത് സാധനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ സംഭവങ്ങളും പഠിക്കണം എന്നുള്ളതാണ് പറയാ. അപ്പോൾ പേരിന്റെ മാസ്മരികത, നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയവും അതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകൾ, അതിൽ മാത്രം
വീഴരുത് എന്ന് വീണ്ടും 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 ആവർത്തിക്കുന്നു. ഇതുപോലെ നമുക്ക് ഫിനാൻസിനകത്ത് വേറെ ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ കോഴ്സുകൾ ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് മാം നെക്സ്റ്റ് ഒരു എടുക്കുവാണെങ്കിൽ നമുക്ക് സൈക്കോളജിയിലോട്ട് കയറാം. എഗെയിൻ നമുക്ക് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ്. ഇപ്പോൾ റീസെന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചോദിച്ചാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി. ഇതിലേതായിരിക്കും ഞാൻ എടുത്താൽ നല്ലത് എന്നൊക്കെയാണ് നമുക്ക് വരുന്ന എൻക്വയറീസ്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന കോൾസും മെസ്സേജും. ഡയറക്റ്റ് ആയിട്ട് ഞാനിത് പഠിക്കാൻ പോട്ടെ അതോ മാസ്റ്റേഴ്സിൽ ചെയ്താൽ മതിയോ എന്നൊക്കെ ഉള്ളത്. ഇതില് റീഷ്ണ പറയാൻ വിട്ടുപോയി ഒന്ന് ഫോറൻസിക് പറഞ്ഞായിരുന്നു. ഫോറൻസിക് സൈക്കോളജി. ഫോറൻസിക് സൈക്കോളജി ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ്. ഫോറൻസിക്സ്, അതുപോലെ തന്നെ ക്രിമിനോളജി. ഈ രണ്ട് സാധനങ്ങൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ സൈക്കോളജി ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യം ബാച്ചിലേഴ്സിൽ നിങ്ങൾ സൈക്കോളജി പഠിക്കും, BSc സൈക്കോളജി എടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിൽ ഏത് ഏരിയയാണ് നിങ്ങൾക്ക് ബെറ്റർ ആവുക, ഏതാണ് മാർക്കറ്റിന്റെ റിയാലിറ്റി എന്താണ്. അതിനനുസരിച്ച് യു ക്യാൻ ഡു എ സ്പെഷ്യലൈസേഷൻ. ഇപ്പോഴേ കയറി ബോട്ടിൽ നെക്കിൽ ആവാതിരിക്കുന്നതാണ് ഭേദം. ഈ ഫോറൻസിക്സും അതുപോലെ ക്രിമിനോളജി ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ഫോറൻസിക് സയൻസ് ആണ് കേട്ടോ. അത് വേറെ തന്നെ ഒരു സാധനമുണ്ട്. ഫോറൻസിക് സൈക്കോളജിയും ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മളിപ്പം ഫോറൻസിക് സൈക്കോളജിയെ കുറിച്ച് സംസാരിച്ചാലും അല്ലെങ്കിൽ ക്രിമിനോളജിയെ കുറിച്ച് സംസാരിച്ചാലും ഒക്കെ ഇതൊക്കെ പലപ്പോഴും നമ്മളെ ഫാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളാണ് അല്ലെ. സിനിമയിൽ കാണുന്നതും ഒക്കെ കൊണ്ട് അങ്ങനെ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷെ തൊഴിൽ സാധ്യത നിങ്ങൾ വിചാരിക്കണം അത്ര ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇത് കേൾക്കുന്ന പലരും ഇമ്മീഡിയറ്റ്ലി പറയാനുള്ളൊരു അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അത് ഈവൻ എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഏതിൻ്റെ അടിയിലൊക്കെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കമന്റുകൾ ഞാൻ പലപ്പോഴും ഡിലീറ്റ് ചെയ്യാറില്ല, അത് അവിടെ തന്നെ ഇട്ടിരിക്കും. കാരണം ആരെങ്കിലും ഒക്കെ അതൊന്ന് വായിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. നിങ്ങൾ ഈ പറയുന്ന സാധനത്തിന് ഇന്ത്യയിൽ സ്കോപ്പായില്ലായിരിക്കും, പക്ഷെ പുറത്ത് ഭയങ്കര സ്കോപ്പാണ്. നാട്ടിന്റെ ഇട്ടാവട്ടം വിട്ടിട്ട് ഈ മനുഷ്യൻ വെളിയിൽ പോയിട്ടില്ല. അവര് പറയാണ് പുറത്ത് ഭയങ്കര സ്കോപ്പാ. ഇവരെങ്ങനെയായി പുറത്ത് ഭയങ്കര സ്കോപ്പാന്ന് അറിയുന്നത്? ഇവരുടെ ഏതോ ഒരു റിലേറ്റീവോ ഏതോ ഒരു ഫ്രണ്ടോ എന്നോ ഒരു കാലത്ത് ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അയാൾ വെൽ സെറ്റിൽഡ് ആയിരിക്കും. അയാൾ ഈ ജോലിയാണ് ചെയ്യുന്നതെന്ന് പോലും ഇവർക്ക് ഉറപ്പില്ല. ജോലി പോലും അവർക്ക് ഉറപ്പില്ല. ഞാൻ ഇതൊക്കെ പറയുമ്പം എല്ലാവരെയും അടച്ചങ്ങ് പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് ജനറൽ ആയിട്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. സോ കൂടുതൽ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന കേൾക്കുന്ന നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത്. ഇത് ഈ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കിതിന്റെ റിയാലിറ്റി അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു വിഷമമുണ്ട്. ചിലതൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പം ഞാൻ ഇങ്ങനെ വളരെ നൈസായിട്ട് ഇപ്പം എല്ലാ സ്ഥലത്തും പോകുമ്പോൾ നമ്മളെല്ലാവരും അറിയണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇരുന്ന് ആൾക്കാർ ഇങ്ങനെയുള്ള സഭകളില് ഇതിനൊന്നും ഇവിടെ സ്കോപ്പ് ഇല്ലെങ്കിലും പുറത്ത് ഭയങ്കര സ്കോപ്പാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, ആണോ പുറത്ത് എന്താ ഇതിനുള്ള സ്കോപ്പ് ഉള്ളത്? അത് എൻ്റെ ഒരു മാമന്റെ മകനുണ്ടായിരുന്നു, അത് ഇത്ര വർഷം മുമ്പ് പോയി, പുള്ളി ഇപ്പൊ അവിടെ വെൽ സെറ്റിൽഡ് ആണ്, പുള്ളി ഈ ജോലിയാണോ ചെയ്യുന്നത് എന്ന് തിരിച്ചു ചോദിക്കുമ്പോ അത് പഠിച്ചത് ഇതാണ്, അറിയില്ല, വെറുതെ അങ്ങ് തള്ളുക. അപ്പോ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരാള് ഇന്ത്യയിൽ ഇതിന് സ്കോപ്പ് ഇല്ല പുറത്ത് ഇതിന് സ്കോപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ അയാളോട് നിങ്ങൾ ചോദിക്കണം, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഏത് കൺട്രിയിലാണ് സ്കോപ്പ്, അവിടെ എന്തുകൊണ്ടാണ് ഇതിന് സ്കോപ്പ് വരുന്നത്? ഈ ഒരു ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നവൻ അത് പറഞ്ഞുതരാൻ കൂടി ബാധ്യസ്ഥനാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരുത്തരനോടല്ലോ പോയി ചോദിക്കുന്നത്, ചേട്ടാ ഇത് എന്താന്ന് പറഞ്ഞു തരുമെന്ന്. ഒരാൾ ഇരുന്നങ്ങ് പറയുക ഇതിന് പുറത്തങ്ങ് സ്കോപ്പാ. സോ ഗോ ആൻഡ് ആസ്ക് ദാറ്റ് പേഴ്സൺ, നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ. പുറത്ത് എവിടെയാണ് അതിന് സ്കോപ്പ് ഉള്ളത്, എന്തുകൊണ്ടാണ് ഈ കോഴ്സിന് പുറത്ത് സ്കോപ്പ് ഉള്ളത്, ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണ് മാർക്കറ്റിൽ ഡിമാൻഡ് വരുന്നത്, അതിൽ എന്ത് സ്പെഷ്യലൈസേഷൻ ആണ് ഡിമാൻഡ് വരുന്നത്, എന്തുകൊണ്ടാണ് ആ നാട്ടിലുള്ള ആൾക്കാരെ എടുക്കാതെ ഇന്ത്യയിൽ പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ ആസ് എൻ എക്സ്പാറ്റ് പുറത്തു പോയി ആ കോഴ്സ് പഠിച്ച് അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ആ മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് വരുന്നത്? ഇതിന് റീസൺ കൂടി അവർ പറയണം. അല്ലാതെ ചുമ്മാ ഇരുന്നങ്ങ് പുറത്ത് സ്കോപ്പ് ആണെന്ന് പറയണത് കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് ഒരു കോഴ്സ് എടുത്തിട്ട് നാളെ ഈ ആളെ മഷിയിട്ട് നോക്കി കാണുന്നുണ്ടാവില്ല ചിലപ്പോ പുറത്ത് ഭയങ്കര സ്കോപ്പാണെന്ന് പറഞ്ഞ ആളെ. അപ്പൊ ഇതിന്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആ കോഴ്സ് എടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാം. പലപ്പോഴും എനിക്ക് തോന്നുന്നു കുട്ടികൾ അങ്ങനെ ഒരുപാട് ഡെപ്തിൽ ചിന്തിക്കുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യത എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കില്ലിന് എത്രമാത്രം മാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റും, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലെന്ന് തോന്നിയിട്ട് നമുക്ക് തന്നെ വരാറുണ്ട്. പേരൻസ് പറയുമ്പോൾ മോള് പറയുകയാണ് അവർക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇൻഡസ്ട്രിയൽ സൈക്കോളജി മാത്രമാണ് അവർക്ക് താല്പര്യം, അവർക്ക് വേറെ ജനറൽ സൈക്കോളജി താല്പര്യമില്ല എങ്കിൽ നമ്മൾ അവരോട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നോ,
കുട്ടിക്ക് അത് പലപ്പോഴും ഇത് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. എനിക്ക് ഷുവറാണ് നമ്മളെപ്പോലെ കരിയർ ഗൈഡൻസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ മാർക്കറ്റിലുണ്ട്. അവരെല്ലാവരും തന്നെ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കും ഇത്. ഏതെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരിക, എന്നിട്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് എന്താണ്, കുട്ടിയോട് ശരിക്കും കുട്ടിയല്ല പാരന്റ് രണ്ടിൽ ആരാണ് ഇതുമേൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെങ്കിലും വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവരെന്തുകൊണ്ട് ഇത് പറയുന്നു, മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്. ഇപ്പൊ ഇതിൽ 99% ഒരു വസ്തുവും മനസ്സിലാക്കാതെ ആരോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടതിൽ പിടിച്ചിട്ടാണ് ഇവർ മുമ്പോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പിടിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളതെങ്കിൽ നമ്മൾ ഫൈനലി എടുക്കുന്ന തീരുമാനങ്ങൾ ടോട്ടലി തെറ്റി പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് എന്ത് ചെയ്യരുത്, പോയി ചാടരുത്. നമ്മൾ ശരിക്കും ഇത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്, നല്ല എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ വിതൗട്ട് നോയിങ് വാട്ട് ഇസ് ഗുഡ് ആൻഡ് വാട്ട് ഇസ് ബാഡ്, ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ നിങ്ങൾ ഈവൻ ഇഫ് യു ഗോ ഫോർ എ കരിയർ ഗൈഡൻസ്, അത് ആരുടെ അടുത്ത് ആയിക്കോട്ടെ, ഈവൻ എൻ്റെ അടുത്ത് വരുമ്പോഴായിരിക്കും നിങ്ങൾ തിരിച്ചു ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സാധനം നല്ലതാണ് എന്ന് പറയുന്നത്, ഈ കോഴ്സിന് ഇപ്പോൾ മാർക്കറ്റിലെ സാധ്യത എന്താണ്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് അവരിൽ നിന്ന് നിങ്ങൾ അറിയണം. ആ മാർക്കറ്റ് സ്കോപ്പ് എന്താണ്, ഞാൻ എന്ത് ചെയ്താൽ ഇതിൽ സ്കോപ്പ് ഉണ്ടാവും, എന്ത് ചെയ്താൽ എൻ്റെ സ്കോപ്പ് പോകും. ഈ കാര്യം മനസ്സിലാക്കാതെ വെറുതെ നല്ലതാണ് ഇതെന്നും പറഞ്ഞിട്ട് ഒരു കോഴ്സ് എടുക്കുന്നത് കൊണ്ടും കാലഘട്ടത്തിൻ്റെതായ സാധ്യത ഉണ്ടാവില്ല. സൈക്കോളജി ഇപ്പോൾ ഒരുപാട് പിള്ളേർ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ചോദിച്ചു വരുന്ന ഒരു ഫീൽഡാണ്. എനിക്കൊന്ന് ഞാൻ വിട്ടുവരുന്ന സാധനം ആനിമൽ സൈക്കോളജി, അതുപോലെ നമുക്ക് എൻക്വയറീസ് വരും. ആനിമൽ സൈക്കോളജി, പെറ്റ് സൈക്കോളജി, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഞാൻ തന്നെ ആ ഒരു 1 minute വീഡിയോ നമ്മൾ ചെയ്യില്ല എന്നും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ പോകുന്നത്, അത് ചെയ്യുമ്പോൾ ഇതുപോലെ റെയർ കോഴ്സ് എടുക്കുമ്പോൾ എന്റെ നെഞ്ചൊന്ന് ഇടിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമേ ഇതെങ്ങാനും കേട്ടിട്ട് എല്ലാവരും ആഹാ കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുമേ ചാടുവോ, അതുമേ പോയിട്ട് അബദ്ധം പറ്റുമോ, പിന്നെ ഒന്നിലേക്കും തിരിയാൻ പറ്റാതെ നിൽക്കുമോ, ഇതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും. അത് ഒരു പാരന്റ് കേൾക്കുമ്പോഴത്തേനും അതിനൊരു റോങ് രീതിയിൽ എടുക്കുമോ. റോങ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറഞ്ഞല്ലോ, അപ്പൊ ഇവര് പറഞ്ഞതുകൊണ്ട് ഇത് ഭയങ്കര സാധ്യതയായിരിക്കും. നമുക്ക് കോൾസ് വരും, അതായത് നമ്മുടെ വായിൽ നിന്ന് ഒന്ന് കേട്ടാൽ മതി, ശ്രീവിദ്യ മാമിനോട് ഒന്ന് ചോദിക്കൂ ഈ കോഴ്സിന്റെ സാധ്യത, മാം ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ജോയിൻ ചെയ്യും. അങ്ങനെയൊന്നും പോവരുത്. കുട്ടി ഏതാണ് എന്ന് മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും ഈ കുട്ടിക്ക് ഇത് നന്നാവും എന്ന് പറയാൻ പറ്റത്തില്ല. ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന കോഴ്സുകളും സാധ്യതകളും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മക്കൾക്ക് അത് യോജിക്കുന്നതാണോ എന്ന് മനസ്സിലാവണമെങ്കിൽ മക്കളുടെ സ്കില്ല് വെച്ച് അതിനെ ഒന്ന് കമ്പയർ ചെയ്യണം. മക്കളുടെ സബ്ജക്ട് നോളജ് വെച്ച് നിങ്ങൾ അതിനെ കമ്പയർ ചെയ്യണം. അല്ലാതെ ഒരാൾ പറഞ്ഞു എന്ന് കേട്ടിട്ട് മാത്രം ഡോണ്ട് ജമ്പ് ഇൻ ടു എ കോഴ്സ് കേട്ടോ. അത് എപ്പോഴും ആര് പറയുന്നതായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാനും ഒരമ്മയാണ്, എൻ്റെ മൂത്ത മോൻ 23 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും ആലോചിക്കും, എന്നെപ്പോലൊരു അമ്മയും അച്ഛനും ആയിരിക്കില്ലേ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് ഇത് കേട്ടിട്ട് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ സാധനം നന്നാവുമോ എന്ന് ചിന്തിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ഒരു സാധനം അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഈ സാധനത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് ഒരു കൊളാബിന് വേണ്ടി വരുമ്പോൾ പോലും നമ്മളത് എടുക്കാതിരിക്കുന്നതിന് കാരണം അതാണ്. കാരണം അതിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം, പിന്നെ എങ്ങനെയാ നമ്മളത് പറയാ. നാളെ ഞാനിത് ഒരു സാധാരണ അമ്മയായിട്ട് ഞാനിത് കേൾക്കുമായിരുന്നുവെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒരു കരിയർ എക്സ്പേർട്ടോ കാര്യമോ ഒന്നുമല്ല, കേൾക്കുമായിരുന്നുവെങ്കിൽ ഞാനൊരു ഇത് കേട്ടതുകൊണ്ട് മാത്രം ഒരു അബദ്ധത്തിൽ ചാടിയാൽ എൻ്റെയും എൻ്റെ മക്കളുടെയും ഫ്യൂച്ചർ എവിടെയായിരിക്കും എന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇതിനൊക്കെ ഉത്തരം. നമ്മളൊരു സാധനം കൊളാബറേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ സൈക്കോളജി സംസാരിച്ചുകൊണ്ടിരുന്നേ, നമുക്ക് ന്യൂറോ സയൻസ്. ന്യൂറോയിൽ എനിക്ക് ഇഷ്ടംപോലെ വെറൈറ്റി അതെ, എന്താണ് ന്യൂറോ ഫിസിയോളജി, അങ്ങനെയുള്ള വെറൈറ്റി കുറെ സാധനങ്ങൾ, കോഗ്നിറ്റീവ് സയൻസ്, ന്യൂറോ സയൻസ്, ഒരുപാട് സാധനങ്ങൾ. ആ ന്യൂറോ ഇപ്പൊ ഈ സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ് ചിലര് വന്ന് പറയാറുള്ളത് ഈ സൈക്കോളജി സാധാരണ എല്ലാവരും പോകുന്നതാണ്, സൈക്കോളജിക്ക് വലിയ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നില്ല. പക്ഷേ അതിന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ന്യൂറോ സയൻസ്, കോഗ്നിറ്റീവ് സയൻസ് ഇതുപോലുള്ള സാധനങ്ങൾക്ക് ഭയങ്കര സാധ്യതയാണ് അവർ തന്നെ ഞങ്ങൾ പറയണം. അപ്പൊ ഇനിഷ്യലി നമ്മൾ എപ്പോഴും ഒരു ക്ലയന്റിനെ കേൾക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അവർ എന്ത് മൈൻഡ് സെറ്റോട് കൂടിയാണ് വരുന്നത്, എന്തൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പൊളിക്കണം എന്ത് പൊളിക്കരുത്, ഇവരേത് മൈൻഡിലാണ് നിൽക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കോഗ്നിറ്റീവ് സയൻസ് ന്യൂറോ സയൻസിലൊക്കെ ഇതിനൊക്കെ റിസർച്ചിൽ നല്ല സാധ്യതകളുണ്ട് കേട്ടോ. കോഗ്നിറ്റീവ് സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഈവൻ ഈ ആപ്പ് ഡെവലപ്മെന്റിന്റെ ഏരിയയിൽ പോലും കോഗ്നിറ്റീവ് സയൻസ് പഠിക്കുന്ന കുട്ടികളെ ആവശ്യം വരാറുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്.
പക്ഷേ വെറുതെ ഇത് വെറുതെ സബ്ജക്റ്റുകൾ പഠിച്ച് ജസ്റ്റ് പാസ്സായി വരുന്നു. അങ്ങനെ ഒരാൾക്ക് മാർക്കറ്റിൽ ഈ കോഴ്സുകൾ പഠിക്കണോണ്ട് ഒരു ഡിമാൻഡും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പൊ ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്നിടത്ത് ബാച്ചുലർ ഡിഗ്രി ന്യൂറോ സയൻസ് പഠിച്ച ആൾക്കാർ ആവശ്യമുണ്ട്. ന്യൂറോ ഫിസിയോളജിസ്റ്റുകളെ നമുക്ക് മാർക്കറ്റിൽ ആവശ്യമുണ്ട്. ഈ EEG, ബ്രെയിനിന്റെ വേവ് സംഭവങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇതൊക്കെ വേണ്ടി വരും. പക്ഷെ അതിലൊന്നും ഒരു താല്പര്യമില്ല. വെറുതെ ഒന്ന് പഠിക്കാം, ഒന്ന് പോവാം. ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേനും നോർമൽ ആയിട്ടുള്ള BSc ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ ഒന്നും അല്ല നമ്മൾ പറയുന്നത്, കുറച്ച് റെയറാ, അതിലൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവില്ല. അതേ കാറ്റഗറിയാണ് ഈ മെഡിക്കൽ, അത് ഈ പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരുപാട്. ഇപ്പം അനസ്തേഷ്യ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഡയബറ്റിക് ടെക്നോളജി, എമർജൻസി കെയർ ടെക്നോളജി, പിന്നെ പെർഫ്യൂഷൻ ടെക്നോളജി, യൂറോളജി, എന്തൊക്കെ ടെക്നോളജി ഉണ്ടോ. എനിക്ക് തോന്നുന്നു ഇനി ഓരോ മനുഷ്യ അവയവങ്ങളെ എടുത്ത് എന്തിനധികം റൈറ്റ് ഹാൻഡിന്റെ നെയിലിലെ ടെക്നോളജി, ലെഫ്റ്റ് ഹാൻഡിന്റെ നെയിലിന്റെ ടെക്നോളജി വരുമായിരിക്കും. അറിഞ്ഞൂടെ, അങ്ങനെയാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ഈ കോഴ്സുകളൊന്നും ഞാൻ ദോഷമല്ല പറയുന്നത്, ഈ കോഴ്സുകളൊക്കെ മോശമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ സംഹൗ മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ അജഗജ അന്തരം. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഇഷ്ടംപോലെ പിള്ളേർ പഠിച്ചിറങ്ങുന്നു, പക്ഷെ അത്രയും മാർക്കറ്റിൽ ഈ സാധനങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല. കാരണം ഈവൻ ഫ്രം എ ഹോസ്പിറ്റൽ പോയിന്റ് ഓഫ് വ്യൂ, ഒരു നഴ്സിംഗ് പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളത്തെ ട്രെയിനിങ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും. എല്ലാം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് പല കാര്യങ്ങളും അവരെ ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി പല ഹോസ്പിറ്റലുകളും ഈ നേഴ്സ് ആവുമ്പോഴത്തേനും ഇവർ മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റില്ലേ. ബട്ട് ഇങ്ങനത്തെ ഒരാളെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റില്ല. അവർ ആ ഒരു സാധനം മാത്രമേ അവർക്ക് അറിയുള്ളൂ, അത് അവർ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം ഒരു എംപ്ലോയർ നോക്കില്ലേ. എംപ്ലോയർ ഒരാൾക്ക് ഒരു മാസം ഒരു ശമ്പളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് ഓരോ സെക്കൻഡും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതല്ലേ ചിന്തിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേനും മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇത്തരം കോഴ്സുകൾ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ ഉടായിപ്പ് വെർഷനും, ഇതിൻ്റെയൊക്കെ ഉടായ്പ വെർഷൻ എന്ന് പറയുന്നത് യാതൊരു അംഗീകാരവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഇതിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ പഠിക്കാൻ പറ്റാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ. ഇനി പല മെഡിക്കൽ കോഴ്സുകളും ഞാൻ എപ്പോഴും പറയുന്നതാണ്, പ്രത്യേകിച്ച് വിദേശ രാജ്യത്തേക്കൊക്കെ പോകണമെങ്കിലും ഇനി ഒരു പരിധിവരെ നമ്മുടെ നാട്ടിലും നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ ഇതിൽ പല സ്ഥലങ്ങളുടെയും അപ്രൂവൽസ് നിർബന്ധമാണ്. ഇനി വിദേശത്താണെങ്കിൽ അറ്റസ്റ്റേഷൻസ് പോലുള്ള കാര്യങ്ങൾ നിർബന്ധമാണ്. അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന് കിട്ടുമോ, ഇതൊന്നും നോക്കാതെ വെറുതെ ഒരു നല്ല കെട്ടിടത്തിൽ ഒരു സാധനം അങ്ങോട്ട് ഇരിക്കുക, വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ വെബ്സൈറ്റ് നോക്കുമ്പോഴും ഭീകര വെബ്സൈറ്റ് ആയിരിക്കും, സൂപ്പറാണ് സംഭവം. ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ട് ചാടിപ്പോവുക. നിങ്ങൾ അവിടെ തൊട്ട് മുന്നത്തെ വർഷം പഠിച്ചിറങ്ങിയ കുട്ടികളോട് പേഴ്സണലി ചെക്ക് ചെയ്യണം. അവർ തരുന്ന നമ്പറിൽ ഒരിക്കലും വിളിക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇന്റർനെറ്റിൽ നിന്നൊക്കെ അവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ ഡാറ്റ എവിടെയെങ്കിലും അവർ എൻ്റർ ചെയ്തപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും കാണും, ലിങ്ക്ഡിൻ എവിടെയെങ്കിലും ഉണ്ടാവും. അന്ന് അവരോട് ചോദിക്കുക, നിങ്ങളിത് ശരിക്കും എന്താണ് പഠിച്ചിറങ്ങിയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ, ഏതെങ്കിലും സ്ഥാപനത്തിൽ പോകുമ്പോഴത്തേനും അവർ ഇന്നടത്ത് പഠിച്ചതായതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന അംഗീകാരം അതിനില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല എന്നുള്ളത് വല്ലതും പറഞ്ഞോ എന്നതൊക്കെ ഈ മെഡിക്കലിന്റെ റെയർ എടുത്തു പോകുന്നവർ, അതായത് ഡിഫറെന്റ് കോഴ്സ് പേര് കേൾക്കുമ്പോൾ ഒരു എന്താണ് വിജൃംഭിക്കുന്ന പേരുകളുള്ളിടത്ത് ഒരു ഘനത്തിനുള്ള പേരുകൾ മാത്രം പോയവർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അപ്പോഴും ഓൺ ദി അതർ സൈഡ് എനിക്ക് പറയാനുള്ളത്, ഈ കോഴ്സുകളെല്ലാം എടുത്തിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആ ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും അവരോട് നിങ്ങൾ ചോദിക്കേണ്ടത്, ഓക്കെ നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ഇവിടെ എത്തി, വാട്ട് ഹാസ് ഹാപ്പൻ ടു ദി 50 or 60 അതർ സ്റ്റുഡൻസ് ഹു ഹാവ് സ്റ്റഡീഡ് വിത്ത് യു? അവരിപ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ബാച്ചിലെ എത്ര പേര് ഇതേ പ്രൊഫഷനിൽ തന്നെ ഇരിക്കുന്നു? അവർ ഇതേ പ്രൊഫഷനിൽ എത്തിയില്ല എങ്കിൽ എന്തുകൊണ്ട് എത്തിയില്ല? അവർക്ക് ജോലി കിട്ടാത്തതാണോ കാര്യം, അതോ അവർക്ക് അതിൽ താല്പര്യം പോയി? അത് വേറെ തന്നെ കഥയാണ്. അവർക്ക് അതിന്റെ താല്പര്യം പോയി, അവർ വേറെ വഴി പിടിച്ചു പോയി. ഇനി ചിലരെന്തായിരിക്കും മറുപടി പറയുന്നത്, 50 പേര് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു, ഞങ്ങൾ 2 പേര് പോയി പണിയെടുക്കുന്നു, 48 പേരും പലതിലും പോയി. 48 പേര് എന്തുകൊണ്ട് പലതിലും പോയി?
അത് അവരെ ജോലി അന്വേഷിച്ചു അവർക്ക് കിട്ടിയില്ല, അങ്ങനെ അവർ പലതിലും പോയതാണോ? ഇതിനൊക്കെ ഒരു ആൻസർ വേണം നമുക്ക്. അല്ലാതെ ആ പ്രൊഫഷനിലും ഏറ്റവും ഹൈയിലിരിക്കുന്ന ഒരാളെ മാത്രം കണ്ട് അയാളെ മാത്രം ഇത് ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊരു ശരിയായ നടപടി ആയിരിക്കില്ല ഒരിക്കലും. അയാളുടെ പുറകിൽ അയാൾ ഇവിടം വരെ എത്തിയ ഒരു കഥയുണ്ട്. ആ കഥ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കഥയൊന്നും ആയിരിക്കില്ല. എത്ര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പിന്നെ ഈ ഒരു പൊസിഷനിലേക്ക് അയാൾ എത്തിപ്പെടുക. അതൊക്കെ അയാളോട് ചോദിക്കണം. നിങ്ങൾക്ക് ഈ യാത്ര സ്മൂത്ത് ആയിരുന്നോ, അതോ നിങ്ങൾക്കിത് ഒരു ഹാർഡ് യാത്രയായിരുന്നോ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മേഖലകളിലേക്കൊക്കെ എത്തിപ്പെട്ടത്? 360 ഡിഗ്രി ഇൻഫർമേഷൻ എടുക്കണം. എല്ലാത്തിനും ഒരു 360 ഡിഗ്രി സാധനം എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് ഈ റെയർ കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ചിലര് ഈ ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, ഈ കോഴ്സുകളെ കുറിച്ചും ചോദിക്കാറുണ്ട്. അതെനിക്ക് തോന്നുന്നു നമുക്ക് വേറെ തന്നെ ഒരു ടോപ്പിക്കാണത്. അത്തരത്തിലുള്ള കോഴ്സുകൾ, ഇപ്പൊ ഈ ഡ്രില്ലിംഗ് പോലുള്ള സംഭവങ്ങൾ, മൈനിങ് പോലുള്ള സംഭവങ്ങൾ, അങ്ങനത്തെ കുറെ ഡൈവിങ്, അപ്പൊ അങ്ങനെ മൗണ്ടനിയറിംഗ്, ഇങ്ങനെ കുറെ സ്പെസിഫൈഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതിനൊന്നും ഒരു ഡിഗ്രി വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഒരു 18 വയസ്സ് തികഞ്ഞ ആൾക്കാർ, ചില കേസിൽ 21 വയസ്സ് തികഞ്ഞവര്, ചില കേസുകളിലും ചില മെഡിക്കൽ കണ്ടീഷൻസും കൂടി ഫുൾഫിൽ ചെയ്യുന്നവര്, ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഇങ്ങനെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചില കോഴ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ സാലറി സ്കെയിൽ ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ അതിനകത്ത് നമ്മൾ ഇടുന്ന പണി എന്ന് പറയുന്നത് ചെറുതൊന്നും ആയിരിക്കില്ല. ഇപ്പം ചെറിയൊരു ഇപ്പം അണ്ടർ വാട്ടറിലേക്ക് പോകുന്ന ഒരു യൂണിറ്റ്, ഞാൻ മാമിന്റെ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അണ്ടർ വാട്ടർ ഡ്രില്ലിങ്ങോ അങ്ങനെ എന്തോ അതിന്റെ സാധ്യത ഉണ്ട്. അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. അതൊക്കെ നല്ലോണം സാലറി കിട്ടുന്ന സംഭവങ്ങളാണ്. മണിക്കൂറിനൊക്കെ വെച്ചിട്ട് നമുക്ക് പൈസ കിട്ടും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു എൻവറോൺമെന്റിൽ നിൽക്കാൻ നമ്മൾ മാനസികമായും ശാരീരികമായും ഓക്കെ ആകുമോ എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു ചെറിയൊരു സ്പേസിനകത്ത് ചില ലിഫ്റ്റുകൾ തന്നെ കണ്ടിട്ടില്ലേ, ഒരു ക്യാപ്സ്യൂൾ പോലെ ഭയങ്കര കുഞ്ഞായിരിക്കും. ആ ലിഫ്റ്റിനകത്ത് കയറി താഴെ നിന്ന് മുകളിലെത്തുന്ന സമയം കൊണ്ട് തന്നെ ജീവൻ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ വർക്കൊക്കെ അവർ ഭയങ്കര ക്ലസ്ട്രോഫോബിക് ആയി പോകും. ഇനി നമുക്ക് ക്ലസ്ട്രോഫോബിയ ഇല്ല എന്ന് വിചാരിക്കും, നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം നമുക്കുള്ളതായിട്ട്. നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ തീരെ ചെറിയൊരു സ്പേസിൽ നമ്മൾ എത്ര പേര് കയറിയിട്ടുണ്ടെന്നുള്ളത് അപ്പോഴും ഒരു ചോദ്യമാണ്. ഇല്ലേ, റീഷ്ണ കയറിയിട്ടുണ്ടോ? ഞാൻ കയറിയിട്ടില്ല. ഒരു ചെറിയ കുഴലിനകത്ത് കൂടെ ഇങ്ങനെ നുറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് പോകാന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ട്? ആലോചിക്കുമ്പോൾ എനിക്ക് ക്ഷീണമുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ പണ്ട് ഗൈഡിങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏതോ ഒരു അഡ്വഞ്ചറസ് ക്യാമ്പിന്റെ ആക്ടിവിറ്റിയിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇരുമ്പ് പൈപ്പിനകത്തൂടെ ഇപ്പുറത്തൂടെ കയറിയിട്ട് ഞാൻ അപ്പുറത്തൂടെ ഇറങ്ങിയത്. അന്ന് ശരിക്കും ഞാനൊന്ന് ഞെട്ടിയായിരുന്നു. അന്നാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലായത് തീരെ ചെറിയ സ്പേസിലേക്ക് പോകുമ്പോൾ എനിക്ക് ഒരു പേടിയുണ്ട്. ബാക്കി എല്ലാത്തിലും നമ്മൾ മറ്റേ മല കയറാനും മലയുടെ മണ്ടയ്ക്ക് കൂടെ സൈക്കിൾ ഓട്ടിക്കാനും അത് ചെയ്യാനും പിന്നെ റോപ്പിന്റെ മണ്ടയ്ക്ക് കയറാനും ഇതൊക്കെ കയറി നമ്മൾ സർട്ടിഫിക്കറ്റിൽ ടിക്ക് മേടിച്ചു. ഈ സാധനത്തിന്റെ അകത്തൂടെ കയറിയപ്പോൾ പോയി ഞാൻ പോയി. എങ്ങനെയോ അതിൽ നിന്ന് പുറത്തു വന്നു. നമ്മൾ പറയില്ലേ, ഭയങ്കര അവിടെയൊക്കെ പുലിയായിട്ട് നിന്ന് ടീം ലീഡറായിട്ട് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് കയറി വേർത്ത് ഇത് വരുമ്പോൾ ഒരു സെൽഫ് നാണക്കേടുണ്ടല്ലോ. ഈ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ആക്കി പുറത്തു വന്നു. പക്ഷെ ആ നിമിഷം എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ടെൻഷൻ ഉണ്ട്. എനിക്ക് തിരിച്ചൊരു കയറ്റം അങ്ങനത്തെ സാധനത്തിൽ ഞാനില്ല. അത് ചെയ്യുമ്പോ മനസ്സിലാവുക കൃഷ്ണ. അപ്പൊ നമ്മൾ ഇതും ഒക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ചില നിഷ് കോഴ്സിലേക്ക് പോകുമ്പോൾ. ഈ മെഡിക്കലിന്റെ ഏരിയയിൽ ചില സാധനങ്ങൾ ഇപ്പം എമർജൻസി കെയർ, ഓപ്പറേഷൻ തിയേറ്റർ, ഇതൊക്കെ എന്ന് പറയുന്നത് ആരെങ്കിലും നമ്മുടെ അടുത്ത് പനിയുണ്ട്, 2-3 ദിവസമായിട്ട് പനി മാറുന്നില്ല, ചുമ മാറുന്നില്ല എന്നൊന്നും പറഞ്ഞല്ല ഇങ്ങനെ വരിക, എമർജൻസിയിലേക്കൊക്കെ കയറി വരിക, അല്ലെങ്കിൽ ഒരു ട്രോമ കെയറിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒക്കെ സംഭവിക്കും. അവിടെയൊക്കെ നമ്മൾ കാണുന്ന കേസുകൾ എന്ന് പറയുന്നത് അമ്മാതിരി കേസസ് ആയിരിക്കും. എല്ലാവരുടെയും മനസ്സും ഒന്നും അത് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എന്തുണ്ടാവില്ല, ഒരു മനോബലം ഉണ്ടാവില്ല, മനക്കരുത്ത് ഉണ്ടാവില്ല. അപ്പൊ അത് ഓരോരുത്തരും ആലോചിക്കണം. അങ്ങനെയുള്ളവര് ഇല്ല എല്ലാവരും ഇതുപോലാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. മനുഷ്യർ ഓരോ തരത്തിലാണ്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുമോ? ചിലർക്കൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പം സ്വന്തം ബ്ലഡ് തന്നെ ആരെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടീംസിനെ എനിക്കറിയാം. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലരാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ അപ്പൊ തലകറക്കി വീഴും, ചിലരാണെങ്കിൽ തിരിഞ്ഞിരിക്കും, ചിലർ കണ്ണു പൊത്തിയിരിക്കും. ഇത് ഓരോരുത്തരും ഓരോ നേച്ചറാണ്. ചിലർക്കാണെങ്കിൽ സ്വന്തം ബ്ലഡ് എടുക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് സ്വന്തം അമ്മയുടെയോ അച്ഛന്റെയോ സഹോദരങ്ങളുടെ, അതായത് നമുക്ക് ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് ആണെങ്കിൽ അപ്പൊ തീർന്നു സംഭവം. ഇനി വേറെ ചിലരാണെങ്കിൽ നമ്മളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നമില്ല.
ഇങ്ങനെ പല പല നേച്ചറുകളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ കോഴ്സ് എടുക്കുമ്പോഴും, ഇതിപ്പോൾ മെഡിക്കലിന്റെ എക്സാമ്പിളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കണം നമ്മളെ കൊണ്ട് പറ്റുമോ. അല്ലാതെ പേര് റയറാണ്, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ശമ്പളം വളരെ കൂടുതലാണ്, ഇതൊന്നും അല്ല അതിനകത്ത് വരുന്ന കാര്യം. ഏതെടുത്താലും നല്ലോണം പഠിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സബ്ജക്റ്റിൽ നമ്മൾ പറയില്ലേ, ആ ഡെപ്തിലേക്ക് പോകണം. അത് നോട്ട് ജസ്റ്റ് ഫ്രം ദി യൂണിവേഴ്സിറ്റി സിലബസ് എന്ന് ഞാൻ പറയും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് അതിൽ കൂടുതൽ ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. മാക്സിമം യൂട്ടിലൈസേഷനിലേക്ക് നമ്മൾ പോവുക. സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ സർട്ടിഫിക്കേഷൻസ് എടുക്കുക. സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്രയൊക്കെ സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നില്ല ഇങ്ങനത്തെ ഒരു സാധനമൊന്നും. പല സാധനത്തിനും സർട്ടിഫിക്കറ്റ്സ് തന്നെ ഇല്ല. കോഴ്സസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനില്ല. ഇന്റർനെറ്റ് ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു ഫാസ്റ്റ് ബേസിലൊന്നും മൂവ് ചെയ്യുന്ന ഒരു സാധനമില്ല. ഒരു മെയിലൊക്കെ അയക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ യുഗാന്തരങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കണം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒരു ഇതിൽ ആ സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ വെച്ചാൽ ഇതെല്ലാം പോസിബിൾ ആണ്. അപ്പോൾ വാട്ട് എവർ വി ക്യാൻ, എന്തെല്ലാം സാധനം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് ടൈം കരിയറിലേക്ക് കയറുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വൺസ് യു ബിക്കം എ വെൽ നോൺ നെയിം ഇൻ ദാറ്റ് ഏരിയ, പിന്നെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വേർഡ് ഓഫ് മൗത്ത് എത്ര നന്നായിട്ട്, കാരണം നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആൾക്കാരുണ്ട്, അവർ എക്സ്പീരിയൻസ്ഡ് ആണ് ഓൺ ലൈക്ക് ഹൗ യു ഹാവ് ഡൺ തിങ്സ് ഫോർ ദം എന്നുള്ളത്. പക്ഷേ തുടക്കക്കാരായി നിങ്ങൾ കയറുമ്പോൾ ഇത്തരം സർട്ടിഫിക്കേഷൻസ് മാറ്റർ ടു യു. സോ ഡു ഇറ്റ് വെൽ. ഈ മെഡിക്കൽ ഏരിയയിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഉള്ള സ്പെഷ്യലൈസേഷൻസിനെ കുറിച്ച് പലപ്പോഴും മലയാളികൾ അവെയറല്ല. മലയാളികൾക്ക് ഈ BSc നഴ്സിംഗ് പഠിക്കുക, പുറത്തോട്ട് എവിടെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്യുക, UK പോവുക, കാനഡയിൽ പോവുക, ഓസ്ട്രേലിയയിൽ പോകാൻ, അല്ലാതെ ഒരു ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നതേ ഇല്ല. ഈ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ റെയർ സാധനങ്ങളുണ്ടല്ലോ, അതിൽ പലതിലും നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് MSc നഴ്സിംഗിന്റെ സ്പെഷ്യലൈസേഷൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, MSc ഇൻ ആ സാധനം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു BSc നഴ്സിംഗിലും കിടക്കുകയാണ്, MSc വളരെ നിഷായിട്ടുള്ള ഏരിയയിൽ ഒരു സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റും കിടക്കുകയാണ്. അത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന കരിയറിന്റെ ഉയരം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. അല്ലാതെ നമ്മൾ ബാച്ചിലറിലേക്ക് കയറിയിട്ട് ഇങ്ങനത്തെ ഉള്ള ഒരു സാധനത്തിൽ വരുമ്പോൾ അത് വേറെ ലെവൽ ഡിഫറൻസ് ആണ് ക്രിയേറ്റ് ചെയ്യാം. ഒരു വീഡിയോക്കുള്ള ടോപ്പിക് ഉണ്ട്. ഇപ്പൊ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഒന്ന് മറ്റേ ആ സർട്ടിഫിക്കേഷൻസ് ആൻഡ് ഡിപ്ലോമോസ്, അത് ശരിക്കും ഒരു ടോപ്പിക്കാണ് സംസാരിക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ലിഫ്റ്റ് ടെക്നോളജി, മൗണ്ടനിയറിങ്, ഡൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഈ ഹെവി വെഹിക്കിൾ ഡ്രൈവിങ്, കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ഫോറിൻ കൺട്രീസിൽ സ്കോപ്പ് വളരെ കൂടുതലാണ്. അത് ശരിക്കും സ്കോപ്പ് ഉള്ളതുകൊണ്ട് പറയാം കേട്ടോ, അല്ലാതെ ഇരുന്നിട്ട് പുറത്ത് ഭയങ്കര സ്കോപ്പ് അല്ല. കാര്യകാരണങ്ങൾ വെച്ചതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ വേർക്കുന്ന ജോലികളാണ് ഇതെല്ലാം. ഈ പുറം രാജ്യങ്ങളിലുണ്ടല്ലോ, അവിടുത്തെ പലപ്പോഴും പല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള നമ്മൾ പറയില്ലേ, നമ്മൾ സ്വെറ്റ് ചെയ്യേണ്ടി വരുന്ന ഫിസിക്കൽ ലേബർ ആവശ്യമുള്ള പണികൾക്ക് ആ നാട്ടുകാർ അത്ര കണ്ട് അങ്ങോട്ട് ചെയ്യാൻ വില്ലിങ്ങല്ല. വളരെ കുറച്ച് നമ്പർ ഓഫ് പോപ്പുലേഷനേ ഉണ്ടാവുള്ളൂ അത്തരം വർക്കിലേക്ക് ഇറങ്ങാനിരിക്കുന്നത്. പക്ഷെ ഒരു വീട് തന്നെ എടുത്തായാലും നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ പ്ലംബർ ആവശ്യം വരില്ലേ, ഇലക്ട്രീഷ്യൻ ആവശ്യം വരില്ലേ? ആ വീടിനകത്ത് പെസ്റ്റ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ആവശ്യമില്ല. അതൊരു പാറ്റി ആയിക്കോട്ടെ, ഉറുമ്പ് കൂടുതൽ കയറിയാലും അല്ലെങ്കിൽ വല്ല ഈച്ചയോ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫ്ലൈ കയറിയാലോ ഒക്കെ പെസ്റ്റ് കൺട്രോളിൻ്റെ ആൾക്കാർ ആവശ്യം വരില്ലേ? വീട് പെയിന്റ് ചെയ്യാനായിട്ട് ആൾക്കാർ ആവശ്യം വരില്ലേ? അതുപോലെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ആൾക്കാർ ആവശ്യം വരില്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട്, ഇപ്പം AC ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് ആൾക്കാർ ആവശ്യം വരില്ലേ? പലതിലും നമുക്ക് വേണം. ഇതെല്ലാം ഒരു ഫിസിക്കൽ ലേബർ ആവശ്യമുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇത്തരം ഫിസിക്കൽ ലേബർ ഉള്ള ജോലികൾക്ക് പുറം നാടുകളിൽ സ്കോപ്പ് കുറച്ച് കൂടുതലാണ്. ദ ഓൺലി റീസൺ ഇസ് ആ നാട്ടിലെ ആൾക്കാർ ആ ജോലിയിൽ തന്നെ ചെയ്യാനായിട്ട് അത്ര ഉണ്ടാവില്ല, അത്ര വില്ലിങ് ആയിരിക്കില്ല. ഇപ്പോൾ ഗൾഫ് കൺട്രീസിന്റെ തന്നെ എക്സാമ്പിൾ എടുത്തു നോക്കിക്കോളൂ. പല സ്ഥലത്തും ലോക്കൽ പീപ്പിൾസിനെ ഇപ്പോൾ ആൾക്കാർ അത് ചെയ്യണം കേട്ടോ. അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏത് രാജ്യമായാലും ഏത് ഗവൺമെന്റ് ആയാലും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? അവരുടെ ലോക്കൽ പോപ്പുലേഷനെ നല്ല രീതിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ചുമതലയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണിത്.
അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റ് ഏറ്റെടുത്ത് പല പ്രൈവറ്റ് സെക്ടറിലും നിർബന്ധിതമായി ഇത്ര നമ്പർ ഓഫ് ലോക്കൽ ആൾക്കാരെ ഓൺ ബോർഡ് എടുക്കണം എന്ന് പറയുമ്പോഴും ആ ഓൺ ബോർഡ് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഇത്തരം ലേബർ ക്ലാസ്സിലേക്ക് ആരും വരില്ല. അപ്പൊ അവിടെയൊക്കെ സ്കോപ്പ് അപ്പോഴും ഒരു എക്സ്പാൻഷനാണ്. ഇയേഴ്സ് ഡൗൺ ദ ലൈൻ അത് ചേഞ്ച് ചെയ്യുമായിരിക്കും. ബട്ട് ഇനി ഒരു 10-20 വർഷത്തേക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ പോകും. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം? എല്ലാവരും ബാച്ചിലർ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി, പിന്നെ PhD എന്നാൽ മാത്രമേ ജീവിതത്തിൽ നന്നാവുള്ളൂ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വൈഡ് വെറൈറ്റി ഓഫ് അത് വേറൊരു പ്രാവശ്യം നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാധനം തോന്നുന്നു. അതായത് ഈ ഇന്നത്തെ കാലത്തുള്ള ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മറ്റേ ഈ എന്താണ് വ്ളോഗിങ്, യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേഷൻ, അമ്മാതിരി പരിപാടികൾ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അതായത് വലിയ വർഷങ്ങൾ ഓഫ് പഠിത്തമൊന്നും ആവശ്യമില്ല. ഇൻട്രസ്റ്റും സ്കില്ലും ഒക്കെ കൊണ്ട് തന്നെ ഒന്ന് പേരെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യുവർ സെറ്റ് എന്ന് പറയുന്ന രീതിയിൽ പോകുന്ന തരത്തിലുള്ള ഒരുപാട് കരിയേഴ്സ് ഉണ്ട്. ചില കരിയറിന് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. ഒരു വ്യക്തിയെ ഇരുന്ന് കൗൺസിൽ ചെയ്ത് അയാളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അയാൾക്കൊരു തെറാപ്പി കൊടുക്കണമെങ്കിൽ യു ഷുഡ് ബി എ ട്രെയിൻഡ് ആൻഡ് അക്കാഡമിക്കലി ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, ആ ലെവലിലുള്ള ആള് ഇല്ലേ? അപ്പൊ അതുപോലെ ചില കാര്യത്തിന് അത് അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യത്തിനും പക്ഷെ അതങ്ങനെ ആവശ്യം ഇല്ല. അപ്പൊ അത് ആ ആവശ്യങ്ങളും ആവശ്യക്കേടുകളും കൃത്യമായി മനസ്സിലാക്കുക. നമ്മള് സൈക്കോളജി സംസാരിച്ച് നമ്മള് കുറെ ദൂരം പോയി. അതെ, ഇനി എഞ്ചിനീയറിംഗിന്റെ ഇതിൽ നമ്മൾ നേരത്തെ കുറച്ചൊരു കമ്പ്യൂട്ടർ ഇതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ തന്നെയാണ് നമുക്ക് എൻക്വയറി ചെയ്യുന്ന മൈനിങ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ എനിക്കൊന്ന് എനർജി അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി, ഇങ്ങനെയുള്ള കുറെ കോഴ്സുകൾ ഇപ്പൊ എനിക്കൊന്ന് ട്രെൻഡിങ് ആയിട്ടല്ലേ ആൾക്കാർ. സസ്റ്റൈനബിലിറ്റി മെയിൻ ആയിട്ട് എനിക്ക് ആ ഒരു ടേം എന്നുള്ളത് സസ്റ്റൈനബിലിറ്റി, പിന്നെ പെട്രോളിയം എഞ്ചിനീയറിംഗ്, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം വളരെ ഡിഫറെന്റ് രീതിയിലുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ആണ്. ബാച്ചിലർ ഡിഗ്രിയിൽ തന്നെ അഗെയിൻ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ബാച്ചിലർ പോകുന്നു എന്ന് പറഞ്ഞൊരു ദോഷമൊന്നുമില്ല. ബട്ട് യു ഷുഡ് ബി വെരി ക്ലിയർ ദാറ്റ് ദിസ് ഇസ് എ തിങ് ദാറ്റ് യു വാണ്ട് ടു ഡു എന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ ദാറ്റ് യു ഗോ. ബട്ട് വെനെവർ യു ടേക്ക് അപ്പ് എ കോഴ്സ് ലൈക്ക് ദിസ് യു ഹാവ് ടു എൻഷുർ ദാറ്റ് യു ആർ സ്റ്റഡിങ് ദ കോഴ്സ് ഫ്രം ദ ബെസ്റ്റ് ഓഫ് ദി പ്ലേസ്. കാരണം ബെസ്റ്റ് ഓഫ് ദി പ്ലേസിലല്ലാത്ത നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പോഷറും അതുമായിട്ട് കിട്ടില്ല. ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ശരിക്കും പഠിപ്പിക്കണമെങ്കിൽ ആ പ്രിമൈസിൽ അത് സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ, അതായത് ഏത് വഴി എങ്ങനെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യിക്കണം, എങ്ങനെയാണ് അതിന്റെ റിസോഴ്സ് കൊണ്ടുപോകേണ്ടത്, അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന സ്ഥല സൗകര്യം തന്നെ വലുതാണ്. അപ്പം ആ ഒരു സ്ഥല സൗകര്യം വെച്ച് അതിനെ പ്രാക്ടിക്കലി പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഇതിന്റെ ഒരു ബിടെക് എടുക്കണോണ്ട് വലിയ കഥ എന്തോ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. സാധ്യതകളുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. പക്ഷേ വി ഷുഡ് ഐഡന്റിഫൈ വാട്ട് വി ഷുഡ് ഡു. ബേസ് ആയിട്ട് നമ്മൾ എന്ത് പഠിക്കണം, ആ ബേസ് പഠിക്കുമ്പോൾ തന്നെ സ്പെഷ്യലൈസേഷനുകളിൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7 ദീസ് ആർ ദി ഓപ്ഷൻസ് ദാറ്റ് ഐ ഹാവ് ഇൻ ഫ്രണ്ട് ഓഫ് യു എന്നത് മനസ്സിലാക്കണം. എന്നിട്ട് ബാച്ചിലേഴ്സ് പഠിച്ചു തുടങ്ങി ഒരു 1.5 years കൊണ്ട് യു ഷുഡ് കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ദിസ് ഇസ് ദി സ്പെഷ്യലൈസേഷൻ ദാറ്റ് ഐ വോണ്ട് ടു ഡു. ആൻഡ് ദെൻ ആ സ്പെഷ്യലൈസേഷനിൽ ഒരു നല്ല സ്ഥാപനത്തിലേക്ക് കയറാൻ പറ്റുന്ന വണ്ണം നമ്മൾ എന്ത് തരത്തിലുള്ള എൻട്രൻസ് ആണോ ബാക്കി പ്രിപ്പറേഷൻസ് ആണോ നമ്മൾ ചെയ്യാനുള്ളത് അത് നമ്മൾ ചെയ്യണം. എനിക്കൊന്ന് ഞാൻ ഒരു കോഴ്സ് ചോദിക്കാൻ വിട്ടുപോയി, ചോദിച്ചിട്ടില്ലെങ്കിൽ കുറെ ആൾക്കാർ എന്നെ അടിക്കും. സ്പേസ് എനിക്ക് റീസെന്റ് സ്പേസ് മെഡിസിന്റെ വരെ ഓപ്പർച്യൂണിറ്റി ചോദിച്ച കുട്ടികൾ നമ്മുടെ കേരളത്തിൽ തന്നെ കുട്ടികളുണ്ട്. അപ്പൊ അതിൽ തന്നെ എനിക്കൊന്ന് സ്പേസ് വരും, നമുക്ക് പിന്നെ ആസ്ട്രോഫിസിക്സ് എടുക്കാം, ഏവിയോണിക്സ് അല്ലെങ്കിൽ ആസ്ട്രോബയോളജി, ഇതൊക്കെയാണ് സ്പേസ് സയൻസ്. ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. ഇത് എങ്ങനെ പഠിക്കും? അത് പഠിച്ചിറങ്ങിയാൽ തന്നെ നമുക്ക് ജോലി കിട്ടുമോ? നാസയിൽ എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? എനിക്ക് മൂണിൽ പോകണമെന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പിന്നെ കുട്ടികൾ മെസ്സേജ് അയക്കുന്നത്. പലപ്പോഴും നമ്മൾക്ക് തന്നെ ഓക്കെ ഇവർ ഇത്ര ആസ്ട്രോബയോളജി ഒക്കെ പഠിക്കണം മാത്രം ഒരു 10th പഠിക്കുന്ന കുട്ടി ആലോചിച്ചല്ലോ എന്ന് പോലും നമ്മൾ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ ആലോചനയൊക്കെ നല്ലതാണ്. നിങ്ങൾക്കൊരു ആസ്ട്രോബയോളജിസ്റ്റും ആകാം. പക്ഷേ ഇതൊക്കെ വളരെ നിഷ് മേഖലയിലുള്ള കോഴ്സുകളാണ്. പേരിന്റെ രസം പോലെ അത്ര എളുപ്പത്തിൽ നമുക്കൊരു ജോലി കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു ആസ്ട്രോബയോളജിസ്റ്റിനെ സംബന്ധിച്ച് ഒരു സ്പേസ് മിഷന് വേണ്ടിയിട്ടും സ്പേസ് മിഷനിൽ തന്നെ എത്ര പേര് ഉൾപ്പെടും എന്നുള്ളത് അത് ചിന്തിക്കുക.
ഇപ്പം സ്പേസിൽ പോയി മാത്രമേ ഇതിൻ്റെ റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല കേട്ടോ. ഭൂമിയിൽ ഇരുന്നു കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. കുറച്ച് ആൾക്കാർ സ്പേസിൽ പോയിട്ട് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ആ സിനിമയുടെ പേര് ഓർമ്മ വരികയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. ഒരു ആ സീൻസ് ഒക്കെ എൻ്റെ മനസ്സിൽ നല്ലോണം ഓർമ്മയുണ്ട്. ഒരു സ്പേസിൽ പോയിട്ട് ഒരു ചെറിയൊരു ജീവിയെ കണ്ടുപിടിച്ചിട്ട് അതിനെ എടുത്തിട്ട് അവർ മിഷൻ വെഹിക്കിളിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിടും. അത് പെട്ടെന്ന് വലുതായിട്ട് അത് എല്ലാ സാധനത്തിനെയും തിന്നുകളയും, മനുഷ്യന്മാരെയും ഒക്കെ. അപ്പൊ അവരതിനെ കണ്ടെയ്ൻ ചെയ്യാൻ നോക്കുന്നതാണ് ആ മൂവിന്റെ ഒരു തീം. പേര് പിടി കിട്ടുന്നതില്ല, ഓർത്തിട്ട് കാര്യമില്ല. അതെനിക്ക് ഓർമ്മ വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ആ പേര് ഞാൻ കണക്ട് ചെയ്തല്ല ആ സിനിമ കണ്ടിരിക്കണത്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ആസ്ട്രോബയോളജിസ്റ്റ് ആണ് അവിടെ ആ ഒരു ഇതിനകത്ത് ആ മെഷീനകത്ത് അവരാണ് അതിനെ ശരിക്കും പറഞ്ഞാൽ തൂക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് തോന്നുന്ന ഒരു കൗതുകത്തിൽ നിന്ന് തുടങ്ങി അത് കൈവിട്ട് പോവുകയാണത്. അപ്പം ആസ്ട്രോബയോളജിസ്റ്റിനെ സംബന്ധിച്ച് സ്പേസിലുള്ള എന്ത് തരത്തിലുള്ള ഒരു ലൈഫിനെ കണ്ടുപിടിക്കുക, അതിൻ്റെ റിസർച്ചിലേക്ക് എൻട്രി ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ആസ്ട്രോബയോളജിസ്റ്റുകളാണ്. ഇങ്ങനെയൊക്കെ ഒരു ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ സ്പേസിൻ്റെ മുകളിലിരിക്കണ ഒരു ലൈഫ് എന്തായിരിക്കും എന്ന് നമ്മൾ പഠിക്കാൻ ഇറങ്ങാന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കോമൺ സെൻസ് കൊണ്ട് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു പൊരുത്തക്കേട് ഫീൽ ചെയ്യണില്ല. നിങ്ങൾക്ക് എന്താണ് സ്പേസ് എന്നും സ്പേസിൽ എങ്ങനെയൊക്കെ ഒരു ജീവൻ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവില്ല, അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു ഉണ്ടാകുന്നില്ല, ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം ക്ലാരിറ്റി വേണം. ഇതുവരെ എത്ര ആൾക്കാർ ഇതിനെക്കുറിച്ച് എന്തൊക്കെ റിസർച്ച് ചെയ്തു ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സ്പേസിനെ കുറിച്ച് ആദ്യം ഒരു ധാരണ വേണ്ടേ. അപ്പം അതൊക്കെ ബാച്ചിലേഴ്സിൽ ചെയ്തിട്ട് പിന്നെ പോണതല്ലേ, ഫിസിക്സും ഒക്കെ കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ സ്പെഷ്യലൈസ് ചെയ്തൊക്കെ പോണതല്ലേ നല്ലത്. ബാച്ചിലേഴ്സിൽ ഇതൊക്കെ ചെയ്താലും നിങ്ങൾക്ക് മാസ്റ്റേഴ്സിലും അല്ലെങ്കിൽ നിങ്ങളുടെ PhD ടോപ്പിക്കായിട്ട് എടുത്തും ഒക്കെ പോകാനുള്ള ഓപ്ഷൻസ് ഇല്ലേ. സോ തിങ്ക് ലൈക്ക് ദാറ്റ്. അതായിരിക്കും കുറച്ചും കൂടി എന്താവുക, ബെറ്റർ ആവുക. സ്പേസ് ഇപ്പം എലോൺ മസ്ക് തന്നെ ഇതിനൊരു നമ്മൾ പറയില്ലേ ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊച്ചി വരെ പോണത് പോലെ നമ്മളെ സ്പേസ് യാത്രകളാക്കി വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാധ്യതകൾ മുമ്പുണ്ടായിരുന്നതുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹയറാണ്. ബട്ട് ഇവരും അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ദാറ്റ് ഫീസിബിൾ. പിന്നെ 11ലെയും 12ലെയും തന്നെ ഫിസിക്സ് ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചവർക്കറിയാം എന്ന ദേഷ്യത്തിൽ പഠിച്ചവരാണ് എങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു എൻജോയ് ദിസ് സബ്ജക്ട്. സിനിമയെ കാണാൻ രസമുണ്ട് എന്നല്ലാതെ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല. ഇത് പഠിച്ചിറങ്ങാന്ന് പറയുന്നത് ഈസി ആയിരിക്കില്ല. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്പേസ് പോലെ തന്നെ നിഗൂഢതയാണ് കുട്ടികൾ ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. കോമേഴ്സ് പഠിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും സ്പേസിൽ പോകണം, സോ നെക്സ്റ്റ് എന്താണ്, ഞാൻ ഫിസിക്സ് പഠിച്ചാൽ മതി, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇതിൽ എനിക്ക് ഓപ്ഷൻസും കുറവാണ് അല്ലേ, കോഴ്സാണ് ഡയറക്റ്റ് കോഴ്സുകളിൽ ഓപ്ഷൻസ് കുറവാണ്. ഈ ആസ്ട്രോനോട്ട് ആവുക എന്നുള്ളത് നിങ്ങൾ സയൻസ് തന്നെ പഠിച്ച് ഇതാവുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആസ്ട്രോനോട്ട് ആവാൻ പറ്റുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം സ്പേസ് മിഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യം, അവരുടെ മാനസിക നില, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടി ഉണ്ട് ഇതിലേക്ക് പോകുന്നവര്. ഇപ്പം സ്പേസ് ടൂറിസത്തിന് വേണ്ടി സെലക്ട് ചെയ്ത ഫസ്റ്റ് സെറ്റ് ഓഫ് ആൾക്കാർ അവരെല്ലാവരും എന്താണ് PhD ഇൻ ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആയിരുന്നു? ഇല്ല. അങ്ങോട്ട് ഓഫ്കോഴ്സ് അങ്ങോട്ട് പൈസ കൊടുത്ത് പോകുന്നവരാണ് സ്പേസ് ടൂറിസത്തിലേക്ക് പോകുന്നവർ. ബട്ട് സ്റ്റിൽ അവരുടെ ആരോഗ്യനിലയും മാനസിക നിലയും ഒക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം തിരഞ്ഞെടുക്കുക. എനിക്ക് തോന്നുന്നു കുറെ സംസാരിച്ചു. ഇപ്രാവശ്യം വിചാരിച്ചതാണ് 1 മണിക്കൂറിന്റെ അടുത്തോട്ടൊന്നും പോകേണ്ട, ഒരു അരമണിക്കൂറിൽ നിർത്തണം. അരമണിക്കൂറിന് എന്തായാലും നാട്ടിൽ പോയി. എന്നിട്ടും തീർന്നില്ലെന്ന് തോന്നുന്നു, ഒരുപാട് ചോദിക്കാനുണ്ട്. അതെ, നമുക്ക് അടുത്ത വേറെ വീഡിയോയിൽ സംസാരിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്നൊന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് കുറച്ച് എത്ര പേര് ഇത് കണ്ടു എന്നുള്ളതെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. കുറേ പേര് നെക്സ്റ്റ് എന്ന് കമന്റ് ചെയ്തത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാനൊക്കെ ഒരു വീഡിയോ ഇടുമ്പോഴേ 1 മില്യൺ വ്യൂ അതിന് കിട്ടണം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല വീഡിയോ ഇടുക. കാരണം എനിക്ക് തന്നെ അറിയാവുന്നതാണ്, ഇത് ആവശ്യമുള്ളവർ മാത്രമേ കാണുള്ളൂ. കാരണം അലമാരിക്കകത്ത് എന്തിരിക്കുന്നു, ബാഗിനകത്ത് എന്തിരിക്കുന്നു എന്ന് പോലുള്ളൊരു വീഡിയോ അല്ല ഇത്. ഇതൊരു പക്ക ഒരു പർട്ടിക്കുലർ ഏരിയനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അതിൽ താല്പര്യമുള്ളവർ മാത്രമേ കാണുള്ളൂ. അതിൽ തന്നെ ഒരു 10 പേര് അവിടം വരെ എത്തി എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് സന്തോഷമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു 100-ലധികം കമന്റ് നമുക്ക് ആ നെക്സ്റ്റ് എന്നുള്ളത് മാത്രം കിട്ടി. ഐ ആം സോ ഹാപ്പി ടു സീ ദാറ്റ് കേട്ടോ. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഡ്രൈവ് ചെയ്യുന്നത് ടു ടോക്ക് ലൈക്ക് ദിസ്. ഇതുപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഒക്കെ നമുക്കും ഒരു സന്തോഷം വരിക, അത് കാണുന്നുണ്ടല്ലോ എന്നറിയുന്നതാണ്. ഇപ്രാവശ്യം ഒന്നും കമന്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല.
ആ സിനിമയുടെ പേര് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ, അതെന്താണെന്നോ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് തപ്പട്ടെ എന്താണ് ഇതിന്റെ പേരെന്നുള്ളത്. അപ്പോൾ അടുത്ത് ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുക്കാം. ടോപ്പിക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഇതുപോലെ ഇങ്ങനെ കുറച്ച് ലോങ് ആയിട്ടിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. ബൈ. നിങ്ങൾ നല്ലപോലെ പഠിക്കുന്ന കാര്യം എന്താണോ അതിനെ നന്നായിട്ട് പഠിക്കുക, നന്നായിരിക്കുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.